ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം നസീർക്ക, ബിജുക്കോട്ട ചേട്ടാ ആൻഡ് ബക്രു ചേട്ടാ. നമസ്കാരം. ആദ്യത്തെ സ്കിറ്റ് എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് തരട്ടെ. ബിൻരാജ് ഉണ്ട്, മീനാക്ഷി ഉണ്ട്, കൂടെ ഒരു ഇടവേളയ്ക്ക് ശേഷം മീനിൽ വെൺകുളം. ഒരു നല്ല കൈയടി. ടൗൺ സൈമാരിലെ ശ്രദ്ധിക്കുക. പാലാരിവട്ടത്ത് വെച്ച് നടന്ന വെഹിക്കിൾ ചെക്കിങ്ങിനിടെ MDMA-യുമായി ബൈക്കിൽ ഒരാൾ പോലീസിനെ പിടിച്ച് കടന്നിളക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ചെക്കിംഗ് കർശനമാക്കേണ്ടതാണ്. വെഹിക്കിൾ നമ്പർ KL പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV മാറി LED TV ആയി, കീപാഡ് ഫോൺ മാറി iPhone ആയി. എന്നിട്ടും പറഞ്ഞാ മനസ്സിലാകാത്ത ഈ സാധനം മാത്രം ഇതുവരെ മാറിയിട്ടില്ല. അയ്യോ, ഞാൻ ഇനി എങ്ങനെ മുമ്പരെടുക്കും? മെഡിക്കൽ എടുക്കാൻ പോയ CCയും കാണുന്നില്ലല്ലോ. ഹലോ 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 സാറേ. ആ എടോ, മെഡിക്കൽ എടുത്തോടോ പ്രതിയുടെ? സാറേ ഞാൻ അങ്ങോട്ട് പോകുന്നേ ഉള്ളൂ സാറേ. എടോ ഒന്ന് വേഗം പാടോ, ഞാൻ ഇവിടെ ഒറ്റയ്ക്കേ ഉള്ളു. സാറ് പേടിക്കുന്നതിന് സാറൊരു SI അല്ലേ സാറേ? അത് ശരിയാ, പക്ഷെ ഞാനൊരു സ്ത്രീയല്ലേ. അത് തന്നെയല്ല, ഇവിടെ ബസ് സ്റ്റോപ്പിനകത്ത് ഒരുത്തൻ നിപ്പുണ്ട് കേട്ടോ. അവനെ കണ്ടാലേ അറിയാം ഒരു പൂവാലനാന്ന്. അവൻ്റെ ഒരു കാപ്പിപ്പൊടി കളർ ഷർട്ടും ഒരു പാൻറ്റും പിന്നെ ചേരാത്ത ഒരു ഷൂവും പിന്നെ ഒരു കൂളിംഗ് ഗ്ലാസ്. എൻ്റെ കൂടെ ഞാനിവിടെ വന്ന നിമിഷം മുതൽ അവൻ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. ഒന്ന് വേഗം വാടോ ഇങ്ങോട്ട്. സാർ പേടിക്കണ്ട, ഞാൻ പെട്ടെന്ന് വരാം കേട്ടോ. ഓക്കെ സാർ, ഓക്കെ ഓക്കെ. ഓ ശരി. എൻ്റെ ദൈവമേ, ആ MDMA ആയിട്ട് അവൻ ഇതിലെ കൂടെ തന്നെ വരണേ. ഓ, അവൻ MDMA ആയിട്ട് ഇങ്ങനെ വരുന്നു, ഞാൻ തടഞ്ഞു നിർത്തുന്നു, പിടിക്കുന്നു. ഓ, പിറ്റത്തെ നാളത്തെ പത്രത്തില് ഇങ്ങനെ ഫ്രണ്ട് പേജില് വനിതാ SI സാഹസികമായി MDMA വന്ന് പ്രതിയെ പിടിച്ചു. പിന്നെ എന്താ വാർത്തക്കകത്ത് മൊത്തം നിറഞ്ഞങ്ങനെ നിൽക്കുകയല്ലേ. ഓ എൻ്റെ ദൈവമേ, എനിക്കാണെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കാനും പേടിയാവുന്നു. അല്ല, ഞാനെന്തിനാ പേടിക്കുന്നത്? ഞാൻ സ്ഥലം SI അല്ലേ. എങ്ങനെ പേടിക്കാതിരിക്കും എൻ്റെ ദൈവമേ. പോലീസ്. എന്താടാ ഒരു ചുറ്റിക്കളി? ഒന്നുമില്ല സാറേ, മൂത്രമൊഴിക്കാൻ നിർത്തിയാണ് ഇവിടെ. റോഡിലാ? അല്ല, ഇവിടെ വെച്ചാണ് മുള്ളിയത്, അതുകൊണ്ട് ഇവിടെ നിർത്തിപ്പോയതാണ് സാറേ. ഹെൽമെറ്റ് എന്തിയാടാ? ഹെൽമെറ്റ് എടുത്തിട്ടില്ല സാറേ. നീ ഹെൽമെറ്റ് ഇല്ലാതെയാണോ വണ്ടി ഓടിക്കുന്നത്? അതിന് വണ്ടി ആരും ഓടിച്ചു? ഞാൻ വണ്ടി തള്ളിക്കൊണ്ടല്ലേ വന്നു സാറേ, ഞാൻ വണ്ടി ഓടിച്ചിട്ടില്ല. എടാ വന്നോണ്ട് ഗോൾഡൻ പഞ്ചാണല്ലോ, ആരും ഇല്ലാത്ത കാണുവാണല്ലേ. എന്നെ എടുക്കാനാണോ പറഞ്ഞത്? വണ്ടിയുടെ ബുക്കും പേപ്പറും എടുക്കാനല്ലേ പറഞ്ഞത്? പേന എടുക്കണ്ടേ സാറേ? നിനക്ക് നല്ല കടമുണ്ടല്ലേടാ. അതെന്താണ് സാറേ അങ്ങനെ ചോദിച്ചത്? അല്ലെങ്കിൽ പൈസക്ക് വേണ്ടി ഈ പഴയ കോമഡി ഇവിടെ അടിക്കുകയല്ലേ. ഞാന് സാറേ, ഇത് നിന്റെ പേരെന്താടാ? സഹൃദയസുമൻ എന്നാണ് സാർ എന്റെ പേര്. അതെങ്ങനെ വിളിക്കൂടാ? എന്റെ അച്ഛനിട്ട പേരാണ് സാറേ. എന്റെ അച്ഛനെ സഹൃദയാന്ന് വിളിക്കും സാറേ. ഭാര്യയാണെങ്കിൽ ഹൃദയേട്ടാന്ന് വിളിക്കും, അമ്മയാണെങ്കിൽ സുമാന്ന് വിളിക്കും, പിന്നെ നാട്ടുകാർ വായി തോന്നണ പേരൊക്കെ മൊത്തം വിളിക്കും സാറേ. വല്ല തീറിയും വിളിക്കും. നിന്റെ ലൈസൻസ് എടുത്തേ? ലൈസൻസ് തരാം സാറേ, ലൈസൻസ് ഇപ്പൊ തരാം സാറേ. കയ്യിലുണ്ട്, ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു സാറേ. എന്താ സാറേ ലൈസൻസ് ആണ്? ആരുടെയാടാ? ചേട്ടന്റെ ലൈസൻസ് സാറേ. ചേട്ടന്റെ ലൈസൻസ് കൊണ്ടാണോ നീ വണ്ടി ഓടിക്കുന്നത്? നമ്മളെ വീട്ടിൽ മൊത്തം എല്ലാവർക്കും കൂടെ ഒറ്റ ലൈസൻസേ ഉള്ളൂ. ഒരു ലൈസൻസ് വെച്ചിട്ടാണോ നിങ്ങൾ എല്ലാരും വണ്ടി ഓടിക്കുന്നത്? സാറേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഒരു വീട്ടിൽ 10 പേരുണ്ടെങ്കിൽ 10 പേർ കൂടെ ഒറ്റ റേഷൻ കാർഡല്ലേ ഉള്ളൂ. പിന്നെ ഈ ലൈസൻസ് മാത്രം എന്തിനാണ് 10 പേർക്ക് 10 ലൈസൻസ്? അത് ശരിയാ, നീ പറഞ്ഞ കാര്യം കറക്റ്റ്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും, നിന്റെ വീട്ടിലുള്ളവരെല്ലാരും കൂടെ വന്നിട്ട് വിരലടയാളം വെച്ചിട്ട് ഞാൻ ഈ സാധനം നിനക്ക് തന്നു വിടാം. സാറേ ഞാൻ ചേട്ടൻ കാണാതെ മോട്ടിച്ചോണ്ട് വന്ന ലൈസൻസ് ആണ് സാറേ. ഇവന്റെ കയ്യിലെങ്ങാനും MDMA കാണുമോ എന്ന് ചോദിച്ചാലോ? MDMA എന്തിയെ? സാറിന്റെ വീട്ടിൽ പോയി നോക്കി, എന്റെ വീട്ടിലൊന്നും കാണത്തില്ല. സാറിന്റെ വീട്ടിൽ കാണൂ. ഇത് എന്ത്? സാറിന്റെ അമ്മ. എന്റെ അമ്മയല്ല, MDMA. എന്റെ അമ്മ MDMA സാറേ. ഞാൻ അത്രക്കാരനല്ല. MDMA എന്നൊക്കെ കേൾക്കണ അപ്പൊ ഞാൻ ബോധം കെട്ടി വീണ് സാറേ. ഞാൻ പാവമാണ് സാറേ. ഞാൻ അയ്യോ പാവം, നീ കേട്ടിട്ടേ ഇല്ല. ഞാൻ പേടിയാണ് സാറേ ഇതൊക്കെ. മര്യാദക്ക് തന്നില്ല ഇട്ടിച്ച് നിന്റെ എന്റെ ഇല്ല സാർ. ഇത് ബാഗിനകത്ത് ഒന്നുമില്ല സാർ. എടുക്കില്ല സാർ, ഒന്നുമില്ല സാർ. നോക്കട്ടടാ. ആഹാ, നല്ല തീറടിയല്ലേ? എന്താണ് സാറേ? മൊത്തം ടച്ചിങ്സ് ആണല്ലോ. മൂത്ത മോനാണ് സാറേ അത്. രണ്ടാമത്തെ മോനാണ് സാറേ. അപ്പൊ ഇതോ? അത് മൂന്നാമത്തെ മോനാണ് സാറേ. അത് അപ്പൊ പച്ചമക ആർക്കാണ്? ഭാര്യക്കാണ് സാറേ. ഭാര്യക്ക് ഇപ്പൊ ഇതാണ് സാറേ ആവശ്യം.
നിനക്ക് എന്താടാ ജോലി? പ്രസ്സിൽ പ്രിന്റ് അടിയാണ് സാറേ ജോലി. എടാ എന്താ സാറേ? നിന്റെ വണ്ടി നമ്പർ അടക്കം കൃത്യമായി ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതാ. നീ മര്യാദക്ക് പറഞ്ഞാൽ നിനക്ക് കൊള്ളാം. അയ്യോ സാറ് എന്റെ കയ്യിലില്ല, ഞാൻ അത്ര ബിസിനസ് എന്റെ കയ്യിലുണ്ട്. ഇതെന്തൊരു ഗതികേടാണെന്ന് നോക്ക്. ഞാൻ MDMA എന്റെ ദേഹത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. സാറിന് പറ്റുമെങ്കിൽ സാർ എടുക്ക്. എവിടെയാ? ഞാൻ ഊരിത്തരാം. സാറിന് പറ്റുമെങ്കിൽ സാറിന്റെ ദേഹത്ത് MDMA എടുക്കും. ഇത്ര പറഞ്ഞാലും മനസ്സിലാവില്ലെന്ന് വെച്ചാ പിന്നെ എന്ത് ചെയ്യണം? സാറിന് ചെക്ക് ചെയ്യണ്ട. സാറ് നോക്ക് സാറ്, ഇതിനകത്ത് വല്ലതും ഉണ്ടോ നോക്ക്. ഇങ്ങോട്ട് തന്നെ നോക്ക് സാറേ, നോക്ക് സാറ്, നോക്ക് സാറ്, സാറ് നോക്ക് സാറ്. സമയം എടുത്ത് നോക്കിയേ സാറേ, പയ്യനെ നോക്കിയത്. എനിക്കിത് ഹൃദയൊന്നുമില്ല സാറേ, പയ്യനെ നോക്ക് സാറേ. ഇപ്പൊ കൊച്ചിച്ച് വൈകിട്ട് പക്കവിടെ നിന്നില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ സംഭവിക്കണം? ചോരിപ്പില്ല, അത് നിന്നാ പോരെ കൊച്ചിനങ്ങട്. എന്റെ തെളിവെടുപ്പിനെ നീ മുതലെടുക്കുക അല്ലേ സാറേ? ഇത് പോട്ട് സാറേ, നിന്നെ ഞാൻ തെളിവെടുപ്പിൽ നടത്താം. നീ അങ്ങോട്ട് മാറി നിന്നേ, മാറി നിക്കടാ അങ്ങോട്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു സംശയമാണ് സാറ്, പണ്ട് തൊട്ടുള്ള സംശയമാണ്. ഈ ആൺ പോലീസ് അല്ലേ സാറേ ഈ ഏട്ടാവണത്? അങ്ങനെയാണെങ്കിൽ പെൺ പോലീസ് ഏട്ടത്തിയാവും സാറേ. ഏട്ടത്തി പൊക്കോണം. ഞാൻ കണ്ടില്ല. വാ പാടോ, ഞാനവിടെ പോടോ. ഞാൻ ഇവിടെ അങ്ങോട്ട് എവിടെ ഞാൻ മദ്യപിച്ചിട്ടുണ്ടോ? പണ്ട് മദ്യപിച്ചിട്ടുണ്ട്. താൻ പണ്ട് മദ്യപിച്ചിട്ടുണ്ടോ എന്നല്ല, ഇപ്പൊ മദ്യപിച്ചിട്ടുണ്ടോന്ന്. ഒരു ശകലം പ്ലീസ്. മദ്യപിച്ചിട്ടുണ്ടോ വണ്ടി ഓടിക്കുന്നത്? അത് എന്റെ ശരീരത്തോട്ട് കളിയങ്ങ് മാറും, പണിയാൻ തരുവേ. ഒന്ന് കാണണമല്ലോ. ഊരടാ, നിന്റെ മാസ്ക് ഊരിക്കേ, മാസ്ക് ഊരടാ. ഇത് ഭീഷണിയാണ്. ഭീഷണി തന്നെയാ. എന്റെ ഒരുമാതിരി ഊച്ചാളി രാഷ്ട്രീയക്കാരെ പോലെ സ്ഥലം മാറ്റി കളയൊന്നും ഞാൻ പറയുന്നില്ല. ഡിവോഴ്സ് ചെയ്യും ഞാൻ. എന്തുവാ? ഡിവോഴ്സ് ചെയ്യുമെന്ന്. എന്റെ ഭർത്താവ് പോലും ഇന്ന് വരെ എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഊരടാ, നിന്റെ ഹെൽമെറ്റ് ഊരി, നിന്റെ മാസ്ക് ഒക്കെ ഊരിക്കേ. അയ്യോ ചേട്ടാ, നിങ്ങളോ? എന്റെ പൊന്നു മനുഷ്യൻ ഇങ്ങോട്ട് വന്നു. നിങ്ങൾ ഇവിടെ പോയിട്ട് വരുവോ? ചെറുതൊരെണ്ണം അടിക്കാൻ പോയില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലേ കൂട്ടുകൂടി കള്ളു കുടിക്കാൻ പോകരുതെന്ന്. എടി നിന്നാണ് കൂട്ടുകൂടി പോയില്ല, ഞാൻ ഒറ്റയ്ക്കാടി പോയത്. ആരുടെ വണ്ടിയാ? നമ്മുടെ വണ്ടി. ഇതോ നമ്മുടെ വണ്ടി? അയ്യോ നമ്മുടെ വണ്ടി എവിടെ കൊണ്ട് വെച്ചൊന്ന് പറഞ്ഞു. ഇവിടെ ആലോചിക്കട്ടെ നിശ്ചയടാ. പേടിക്കണ്ട, നമ്മുടെ വണ്ടി വളരെ സേഫ് ആയിട്ട് ബാറിലിരിപ്പുണ്ട്. എന്റെ ദൈവമേ, അപ്പൊ ഇതാരുടെ വണ്ടിയാ? ആരെയാന്ന് എന്താ അവിടെ ഇരുന്ന് ഞാൻ എടുത്തോണ്ട് വന്ന് പുല്ലിനീടെ. നേരെ കള്ളു കുടിച്ചിട്ട് വണ്ടി ഓടിച്ചു. സാറേ ഞാൻ കള്ളു കുടിച്ചിട്ട് വണ്ടി ഓടിച്ചില്ല സാറേ. ഓടിക്കരുത് സാറേ, ഇനി ചായ കുടിച്ചിട്ട് പോലെ ഞാൻ വണ്ടി ഓടിക്കൂല. ഓടിക്കൂല. നിങ്ങളെ ഞാൻ എന്ത് പറഞ്ഞിട്ട് സ്റ്റേഷനിൽ കൊണ്ടുപോകും മനുഷ്യ? സ്ഥലം SIയുടെ ഭർത്താവ് കള്ളും കുടിച്ച് വണ്ടിയും മുട്ടിച്ച് ഞാൻ എന്തോ പറയാൻ. നിങ്ങൾ കാര്യം ചെയ്യും, നിങ്ങൾ തൽക്കാലം അങ്ങോട്ട് മാറി നിൽക്കും. അത് ശരി, അപ്പൊ സാറിന്റെ ഭർത്താവായിരുന്നല്ലേ? ഇതെന്ത് നിയമമാണ് സാറേ? പാവപ്പെട്ട നമ്മക്കൊരു നിയമം, ഭർത്താവിന് വേറൊരു നിയമം. ഇതെന്താ ശരിയായ നടപടിയല്ലേ മേഡം ഇത്? എന്നോട് ചോദ്യം ചോദിച്ചോണ്ട് വരല്ലേ, പൊക്കോണം നിന്നെ ഉണ്ടല്ലോ. ഹലോ മേഡം, ഒന്ന് നിക്കണം. ചോദ്യം ചോദിക്കുന്നവരെ നിശബ്ദരാക്കുന്ന രാഷ്ട്രീയം, വിരൽ ചൂണ്ടുന്നവരെ വിലങ്ങണിയിക്കുന്ന രാഷ്ട്രീയം. പക്ഷേ ഏതൊക്കെ തുറുങ്കിലടച്ചാലും എത്രയൊക്കെ നിശബ്ദരാക്കിയാലും ചോദ്യം ചോദിക്കുക കഴിയും, ഉത്തരം തന്നെ പറ്റൂ. കാരണം ഈ രാജ്യം ഒരുത്തന്റെയും തന്തയുടെ വകയല്ല, ഇത് നമ്മുടെ രാജ്യമാണ്. നമ്മുടെ പറയുന്നോടാ പൃഥ്വിരാജ് ഓടിയപ്പോ കയ്യടിയായിരുന്നു, ഞാൻ പറഞ്ഞപ്പോ കാരണത്തടിയാണല്ലോ. എന്തോ സംഭവം, എന്ത് കേസ് ഇത്? MDMA ഉണ്ടോന്നൊരു സംശയം. നിങ്ങൾ വന്നത് നന്നായി. അവനെ ഒന്ന് പരിശോധിച്ചേ. ഇയാളൊന്നും എന്നെ പരിശോധിക്കാൻ പറ്റൂല. എന്താ ഇയാള് പരിശോധിച്ചാ? എന്നെ പരിശോധിക്കാൻ പറ്റൂല സാർ. അതെന്താണോ? ഒരാണെന്റെ ദേഹത്ത് കൈവയ്ക്കുന്ന എനിക്ക് ഇഷ്ടമല്ല സാറേ. അത് ഒരു കാര്യം ചെയ്യും, സാർ എന്നെ പരിശോധിക്കും സാറേ. അതെ, ഒരു അന്യപുരുഷന്റെ ദേഹത്ത് കൈവെക്കുന്നത് എന്റെ ഭർത്താവിനും ഇഷ്ടമല്ല സാറേ. ഇയാൾ എന്നെ പരിശോധിക്കണ, വേറെ പോലീസിനെ പരിശോധിക്കും സാറേ. ഇത് പോലീസാണോ? സസ്പെൻഷനിലാണെന്നേ ഉള്ളൂ. അത് ശരി, അപ്പൊ സാറിന്റെ ഭർത്താവ് പോലീസിലാണ്. ഇയാൾ എങ്ങനെ സാർ സസ്പെൻഷനിലായത്? ഞാൻ പറഞ്ഞു കൊടുക്കാം. അതായത് ഞാൻ ഒരു മന്ത്രിയുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചു, എന്റെ പണി പോയി. അതെങ്ങനെയാണ് മന്ത്രിയുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോ പണി പോണ സാറേ? ഒരു ദിവസം രാത്രി പാലാരിവട്ടത്തൂടെ മന്ത്രി പോകുന്നുണ്ട്, സുരക്ഷ വേണമെന്ന് പറഞ്ഞു. എന്നെ അവിടെ സുരക്ഷയ്ക്ക് നിർത്തിയത്. ഞാൻ നോക്കുമ്പോണ്ടോ അവിടെ ഒരു കാറ് ഇരുട്ടത്ത് കൊണ്ടിട്ടേക്കുന്നു. അയ്യോ, ഞാൻ പുറകെ ചെന്നിങ്ങനെ നോക്കി, എന്നെ കണ്ടതോ കാർ എടുത്തോണ്ട് വലിയ. അത് മന്ത്രിയെ ഭയപ്പെടുത്താൻ ആരോ ആയിരിക്കല്ലേ സാറേ? ഞാൻ എന്റെ വണ്ടി കൊണ്ട് അവന്റെ പുറകെ പോയി, അവൻ വേറൊരു ഇരുട്ടുവാക്കിനെ കൊണ്ട് നിർത്തി. ഞാൻ എന്റെ വണ്ടി അവന്റെ പുറകെ കൊണ്ട് നിർത്തിയിട്ട് ബ്രൈറ്റ് അടിച്ച് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തു. സാറിന് ബുദ്ധിയുണ്ട് ചേട്ടാ, സാറിന് ഐഡിയ പ്രവർത്തിച്ചേട്ടാ. എന്നിട്ട് സാറേ അവൻ വീണ്ടും വണ്ടി എടുത്തോണ്ട് പോയി. കുറെ ദൂരം ചെന്ന് അവൻ വീണ്ടും ഒരു ഇരുട്ടുവാക്കണ്ടപ്പോ അവിടെ അങ്ങ് ഒതുക്കി. ഞാൻ തൊട്ടു പുറകെ ചെന്നു,
ബ്രൈറ്റ് അടിച്ച് അവനെ ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരുന്നു. സാറി എന്തിനാണ് കാണിക്കുന്നത് സാർ? എന്റെ പൊന്ന് സാറേ, സാറി ഇറങ്ങി അപ്പോഴത്തന്നെ അവനെങ്കിലും പിടിച്ചാ പോരായിരുന്നാ? അതിനു മുമ്പ് അതിൽ നിന്ന് ഒരുത്ത് ഇറങ്ങി വന്നിട്ട് എന്റെ അടുത്ത് പറയാ, എവിടെങ്കിലും ഇരുട്ടത്ത് മൂത്രം ഒഴിക്കാൻ വണ്ടി എടുത്തപ്പോ എന്തിനാണ് ഈ പുറവി വെട്ടം അടിച്ചോണ്ട് നിൽക്കുന്നതെന്ന്. ഞാനെങ്കിൽ ചമ്മിപ്പോയടാ. അതിനെന്തിനാണ് സാറിന്റെ ജോലി പോണത്? അല്ല, അതല്ല ജോലി പോയത്. ഞാൻ അവിടുന്ന് അവന്മാരുടെ പുറകെ പോയില്ലയോ, അപ്പോഴത്തേക്ക് മന്ത്രി പോയി കഴിഞ്ഞു. അവിടെ ഡ്യൂട്ടിക്ക് വായി വെക്കാൻ പോയെന്നും പറഞ്ഞു എന്നെ പറഞ്ഞു വിട്ടേ. മേഡം, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ മേഡം. അതിപ്പോ സാറിന് കുറ്റം പറയാൻ പറ്റത്തില്ല. ഈ എല്ലാ തേങ്ങാക്കൊലയിലും ഒരു പേട്ടി തേങ്ങ ഉണ്ടാവും. അത്രയാണെങ്കിൽ വിചാരിച്ചാൽ മതി. അതെ, കഥ പറഞ്ഞു തീർന്നെങ്കിൽ ഇവനെ ഒന്ന് ചെക്ക് ചെയ്യാം നിങ്ങൾക്ക്. സാറ് സത്യമായിട്ട് എന്റെ ദേഹത്ത് സാറ് ഇത് ആ പോക്കറ്റ് കൈയുടെ അടുത്ത് ഓട്ടയാണത്. സാറ് ഒന്നുമില്ല സാറ് ദേഹത്ത്. ഇവനെ തപ്പിയിട്ട് കാര്യമില്ല, ഇവന്റെ വണ്ടി പരിശോധിച്ചാൽ സ്ഥാനം കിട്ടും. ഞാൻ പറഞ്ഞില്ല, ഞാൻ പാവോട് പണി കഴിക്കും പറഞ്ഞു മേഡം. മോന് പക്കവട കൊടുക്കണം മേഡം. ഇവന് MDMA പരിപാടി മാത്രമല്ല, ഇവന് കഞ്ചാവിന്റെ പരിപാടി. നാണ്ട മൂടോടെ പുഴുതിനകത്ത് വെച്ചേക്കുന്നു. എന്തിയേ ആയിരിക്കുന്നു. എന്റെ പൊന്നു മേഡം, നിങ്ങൾക്ക് എന്നെ കഞ്ചാവ് കേസിൽ പ്രതിയാക്കണമെന്ന് എന്തെങ്കിലും ആശയുണ്ടാ? എന്താടാ? അല്ലെങ്കിൽ ഈ പ്രാന്തൻ ചീര കണ്ടിട്ട് കഞ്ചാവാണെന്ന് പറയാൻ നാളെ തോരൻ വെക്കാൻ മേടിച്ച് വെച്ചിരിക്കുന്ന ചീരയാണത്. ചീര മേഡം, ഞാൻ പാവണ് പൊക്കോട്ട് മേഡം. ഇത് മേഡം, ഞാൻ സത്യം. കൺട്രോൾ റൂം ടൗൺ എസ്ഐമാരുടെ ശ്രദ്ധയ്ക്ക് കുറച്ചു മുന്നേ MDMA കടന്ന പ്രതിയെ അരൂർ ഭാഗത്ത് വെച്ച് പിടികൂടിയിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ചെക്കിംഗ് അവസാനിപ്പിക്കേണ്ടതാണ്. എന്റെ പൊന്നു മേഡം, ഞാൻ അപ്പോഴേ പറഞ്ഞില്ല ഞാനല്ലേ ആ പ്രതിയെ പിടികൂടി. ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യും മേഡം? ഇത് ക്ലൈമാക്സ് നീ കേട്ടില്ലേ? സാധനങ്ങളൊക്കെ പറിച്ചോണ്ട് പോക്കും. അപ്പൊ ഞാൻ പോട്ടെ. അപ്പൊ കഴിയാൻ പറഞ്ഞിട്ട് പിടിപ്പോ ഞാൻ വീട്ടിലോട്ട് പോവാ. നേരത്തെ വരണം കേട്ടോ. അതെ, നിങ്ങൾ എവിടെ പോവുക? വീട്ടിൽ നിങ്ങൾ ഈ ചെയ്ത കുറ്റത്തിനെല്ലാം ശിക്ഷ അനുഭവിച്ചിട്ട് പോയാ മതി. ഞാനേ കേരള പോലീസാ. ഞാനേ നിന്റെ ഭർത്താവാ. അതൊക്കെ നിങ്ങൾ അങ്ങ് വീട്ടില്. നീ ആ 5 ഡയലോഗ് ഒന്ന് വീശടാ. അത്ര ഉള്ളായിരുന്നാ? ചോദ്യം ചോദിക്കുന്നവനെ നിശബ്ദരാക്കുന്ന രാഷ്ട്രീയം, വിരൽ ചൂണ്ടുന്നവനെ വിലങ്ങണിയിക്കുന്ന രാഷ്ട്രീയം. പക്ഷേ എത്രയൊക്കെ നിശബ്ദരാക്കിയാലും ഏതൊക്കെ തുറുങ്കിലടിച്ചാലും ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും. ഉത്തരം നീ തന്നേ പറ്റൂ. കാരണം ഈ രാജ്യം നിന്റെ തന്റെ പറയല്ല. ഇതാണ് പോലീസ്. നല്ല കൈയടി ബക്രു ചേട്ടാ. ബിനുരാജ്, മീനാക്ഷി, പേര് വിനിൽ. വിനിൽ. നല്ല സ്കിറ്റായിരുന്നു, നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ എന്താ പറയുക, സമകാലീനമായിട്ടുള്ള ഒരു വലിയ പ്രശ്നമാണ്. ആ ഒരു ത്രെഡ് പിടിച്ചിട്ട് നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്. പക്ഷെ ഇതിനകത്തൊരു ചെറിയൊരു പ്രശ്നം നിൽക്കുന്നത് ഹ്യൂമറിൻ്റെ, അതായത് കൗണ്ടറുകളുടെ കുറവ്. ഇതിനകത്ത് ഈ ഒരാൾ വന്നതിന് ശേഷം പുള്ളിയെ പിടിക്കുന്നതും ഇവർ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഡയലോഗുകളും, പ്രത്യേകിച്ച് നമ്മുടെ മീനാക്ഷിയുടെ ക്യാരക്ടർ ത്രൂ ഔട്ട് നിന്നുകൊണ്ട് അതിന് നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തമാശകളുണ്ടല്ലോ, അത് കുറച്ചും കൂടി ഒന്ന് അടുത്തിട്ട് കുറച്ച് കൗണ്ടർ പഞ്ചുകൾ കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നേനെന്നൊരു തോന്നലുണ്ട്. പക്ഷേ ഒരു കാരണവശാലും നിങ്ങളുടെ പെർഫോമൻസ് താഴേക്ക് പോയിട്ടില്ല. ആ ക്യാരക്ടർ അതുപോലെ നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് മീനാക്ഷിയുടെ പോലീസ് വേഷം വളരെ സ്റ്റൈലായിട്ട് നല്ല രസമായിട്ട് തന്നെ അവതരിപ്പിച്ചു. പിന്നെ ഇദ്ദേഹത്തിൽ MDMA ഉണ്ടോ എന്ന് ഞങ്ങൾക്കൊരു സംശയം തോന്നുന്ന തരത്തിൽ ഒരു ദുരൂഹത വെച്ചുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു ക്യാരക്ടറിനെ തന്നെ കൊണ്ടുവന്നു. അതൊക്കെ നിങ്ങൾ ബ്രില്യൻ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ പറ്റിയിരിക്കുന്നൊരു കാര്യം തമാശകളുടെ, അതായത് കൗണ്ടറുകളുടെ കുറവ്. അടുപ്പിച്ചടുപ്പിച്ചിട്ടുള്ള പൊട്ടിച്ചിരിക്കാൻ പറ്റുന്ന അത്തരം സംഭവങ്ങളെ വളരെ കുറവ്. ഒരു കഥ പറഞ്ഞു പോകുന്ന പോലെ ഒരു മനോഹരമായൊരു സ്കിറ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബാക്കി ഇനി ഇവർ പറയും. താങ്ക് യു ബിജുകോട്ട ചേട്ടാ. ഈ പറഞ്ഞിട്ട് കണ്ടന്റ് പുതിയത് കണ്ടന്റ് അല്ലെങ്കിലും എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് ആളുകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. പോലീസ് സ്റ്റേഷൻ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഈ നമ്മൾ ചെക്കിങ് ഇപ്പൊ കണ്ടുവരുന്ന ഒരു റീസെന്റ് കണ്ടുവരുന്ന ഒരു കണ്ടന്റാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു സെർച്ചിങ്ങിലാണ് എപ്പോഴും കോമഡി കൂടുന്നത്. ചിലപ്പോൾ എന്താണ് വല്ലവരും ബൈക്കായിരിക്കും, അല്ലെങ്കിൽ ഇയാൾക്ക് ലൈസൻസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ നടപടിക്രമങ്ങളൊന്നും അറിയാത്ത ആളുകളുണ്ടല്ലോ. ആ വെപ്രാളം വിനിലിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അല്ല, നമ്മുടെ ബിൻരാജിൻ്റെ ആ വെപ്രാളം ഉണ്ടല്ലോ, അത് എനിക്കൊക്കെ സംഭവിച്ചിട്ടുണ്ട്. കാരണം ഈ സമയത്ത് ചിലപ്പോൾ നമ്മൾ കുടിക്കണമെന്നില്ല, നമുക്ക് എന്തെങ്കിലും ലൈസൻസ് ഇല്ലായക, അല്ലെങ്കിൽ ഹെൽമെറ്റ് ഒക്കെ, അല്ലെങ്കിൽ ഇതിന് ഇൻഷുറൻസ് പ്രശ്നം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഗിയർ ഇടോ, ആക്സിലേറ്റർ കൊടുക്കോ, ക്ലച്ച് പിടിക്കോ, അതെല്ലാം ആ ഒരു ആ വരുന്ന ആ ചെറിയ ഒരു സ്ഥലത്ത് വെച്ച് അത് കറക്റ്റായിട്ട് ബിൻരാജ് കാണിച്ചിട്ടാണ്. പക്ഷേ അടിക്കടിയുള്ള ഹ്യൂമറുകളിൽ ഒരുപാട് കുറവുണ്ടായിരുന്നു. കണ്ടന്റ് നല്ലതാണെങ്കിൽ ഈ പറഞ്ഞിട്ട് ക്ലൈമാക്സ് എനിക്ക് തോന്നുന്നത് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടിയും തമാശകളൊക്കെ നന്നായിട്ട് ഈ ചെക്കിങ് വരുന്നപ്പോൾ അതിനകത്ത് കുറേ തമാശകൾ കയറ്റാമായിരുന്നു. അടുത്ത പ്രാവശ്യം നന്നാക്കിയാൽ മതി കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നസീർക്ക കൊള്ളായിരുന്നു.
എല്ലാം കൂടെ നന്നായി വരുമ്പോഴാണല്ലോ ഗംഭീരമാകുന്നത്. നമ്മുടെ ഇത് ഐറ്റം വേറെ എന്ന പരിപാടി ചുരുങ്ങിയ സമയം കൊണ്ട് ജനങ്ങൾ ഏറ്റെടുക്കാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ വരുന്ന കൗണ്ടറുകളിലെയും തമാശകളുടെ വ്യത്യസ്തമായിട്ടുള്ള അവതരണം, കൗണ്ടറുകളുടെ വ്യത്യാസങ്ങൾ, ഇതൊക്കെ കൊണ്ടാണ് ജനങ്ങൾ ഏറ്റെടുത്തത്. അപ്പം അങ്ങനെയുള്ള പ്രതീക്ഷയിലാണല്ലോ നമ്മളെ കാണാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർക്കുള്ളത് നമ്മൾ കൊടുക്കുക, അതിനുവേണ്ടി നിങ്ങൾ അന്വേഷിക്കുക തന്നെ ചെയ്യണം. നല്ലൊരു സാധനമാണിത്. അത്യാവശ്യം ഈ ഹസ്ബൻഡിനെ വഴി വെച്ച് പിടിക്കുന്ന അങ്ങോട്ട് മറ്റേതെന്ന് സാധാ ഒരു ചെക്കിംഗ് ആയിട്ട് നമുക്ക് കാണാം. ഒരു MDMA ആയിട്ട് വരുന്ന ഒരുത്തനെ സംശയത്തിൻ്റെ പേര് നമുക്ക് വഴി തടഞ്ഞു നിർത്താം. പക്ഷേ രണ്ടാമത് വരുന്ന ക്യാരക്ടർ സ്വന്തം ഭർത്താവ് അടിച്ചായിട്ട് നൂലായിട്ട് ബൈക്കുമായിട്ട് വരുമ്പോൾ നമുക്ക് പിടിച്ച് അതിൻ്റെ ക്ലൈമാക്സും കാര്യങ്ങളൊക്കെ ഓക്കെ ആയി. ഇതിൻ്റെ അകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ തമാശ ഒന്ന് ആഡ് ചെയ്തിരുന്നെങ്കിൽ ഈ സാധനം ഗംഭീരമായി. കാര്യം ഇപ്പോഴത്തെ ജനങ്ങളുടെ മനസ്സിൽ കയറാൻ പറ്റിയ ഒരു സാധനമായിരുന്നു ഇത്. പക്ഷേ ചെറിയ ശ്രദ്ധക്കുറവുകൊണ്ടായിരിക്കാം തമാശയുടെ ഭാഗങ്ങൾ കുറഞ്ഞു പോയി. അപ്പോൾ അത് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കുക. നല്ല ഗംഭീരമായ ഒരു ഐറ്റമായിട്ട് വീണ്ടും വരിക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ ഭർത്താവിന് ഇറങ്ങാൻ അത്യാവശ്യം ഇന്ന് എനിക്കൊന്നും എസ് വിടത്തില്ല. അപ്പോൾ അത്യാവശ്യം ചിലവുണ്ടാവും അല്ല സ്റ്റേഷനിലൊക്കെ. എന്താന്ന് പറഞ്ഞാലും പുള്ളി ചെയ്തത് തെറ്റാണ്. അതാണ് കറക്റ്റായിട്ട് വൈഫ് അത് ചെയ്യുകയും ചെയ്തു. നല്ല രസമായി. അപ്പം അതിൻ്റെ പേരിലൊന്നും പൈസ കൂട്ടി കൊടുക്കാൻ പറ്റൂല. ഞാനൊരു 10 രൂപ കൊടുക്കും. ഇത് 10 രൂപ കൊടുത്തു. ചേട്ടാ ഞാനും ഒരു 10. 20,000 രൂപ ആയിട്ടുണ്ട്. പോലീസിന്റെ ആപ്തവാക്യം ഉണ്ടല്ലോ, മൃദുഭാവേ ദൃഢകൃത്തെ. നമുക്കിവിടെ ദൃഢകൃതായിരിക്കണം. ഓക്കെ, ടോട്ടൽ എമൗണ്ട് 30,000 രൂപ. കുഴപ്പമില്ല. അപ്പൊ അടുത്ത പ്രാവശ്യം വരുമ്പം വെടിച്ചിലൊരു ഐറ്റമായിട്ട് വരിക, കുറെ കാശ് ഉണ്ടാക്കുക. ഓക്കെ ഓക്കെ സാർ, ഞാൻ അങ്ങനെ നോക്കുന്ന ഒരാളല്ല. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ ലിറ്റിൽ സൂപ്പർ സ്റ്റാർസിന്റെ സ്കിറ്റാണ്. സൈന്ദമുണ്ട്, അനന്യുണ്ട്, ദേവിലക്ഷ്മി ഉണ്ട്. ഒരു നല്ല കൈയടി. ഹലോ ഹലോ ഹലോ. അല്ലേലും ഈ നാട്ടിൽ റേഞ്ചും കിട്ടത്തില്ല, ആരെ വിളിച്ചാൽ പോലും കിട്ടത്തില്ല. കഴിഞ്ഞ ദിവസം താഴത്തെ മണിയൻ ചേട്ടൻ മരിച്ചെന്നുള്ള മെസ്സേജ് ഗ്രൂപ്പിൽ വന്നു. അടക്കത്തിന് മുമ്പേ ചെല്ലാന്ന് വിചാരിച്ച് ഇവിടുന്ന് വണ്ടി വിളിച്ചവിടെ ചെന്നപ്പം പുള്ളിക്കാരന്റെ സഞ്ചയനമായി. 5 ദിവസം മുമ്പിട്ട മെസ്സേജാ ഇന്നലെ അത് ഇങ്ങോട്ടൊന്ന് കിട്ടിയത്. അതിനെക്കാട്ടും പേരം അവിടുന്ന് ആരെങ്കിലും ഒരു കത്തയക്കുന്നതായിരുന്നു. പിന്നെ ജീവ ഇപ്പൊ 3G ആയിട്ടിരുന്നു, ഞാൻ 5G കൊണ്ട് വരുന്നുണ്ട്. അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടെന്നേ. എന്തോന്നാടാ നീ പറഞ്ഞേ? ഇവിടെ ടവർ കൊണ്ടുവരാൻ പറഞ്ഞെന്നാ? ഇവിടെ ടവർ കൊണ്ടുവരണമെങ്കിൽ ആദ്യം കുരുവി കുഞ്ഞമ്മ മരിക്കണം. ഞാനേ ഇവിടെ ടവറാ പണിയുന്നത്, അല്ലാതെ സൈത്തങ്ങല്ല നിങ്ങൾ മരിക്കുമ്പോ കൊണ്ട് പണിയാൻ. എന്റെ കേക്ക് അതാരടാ? കുരുവി കുഞ്ഞമ്മ. അതായത് നമ്മൾ ഈ നാട്ടിലെ ആൾക്കാർക്ക് ജീവിക്കണ്ടേ, അവർക്ക് എന്തായാലും ഫോണിൽ കൂടെ വിളിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ പറയണമെങ്കിൽ ഇവിടെ ടവർ വേണം. ലാൽ ഫോൺ വിളിച്ച് പറയണം. അയ്യോ, എല്ലാരും കൂടെ ലാൽ ജോസിനെ വിളിച്ച് പറയുമ്പോ പുള്ളിക്കാരന് അതൊരു ബുദ്ധിമുട്ടാവത്തില്ലേ? ലാൽ ജോസ് അല്ല, ഞാൻ ഫോണിൽ വിളിച്ച് പറയണം. വലിയ ബുദ്ധിമതി. ഉപ്പുകണ്ടത്തിൽ ആന്റണി അച്ഛന്റെ മോള് സയന്റിസ്റ്റാ. ചന്ദ്രന് പോവാന്ന് പറഞ്ഞപ്പം അതെന്താ നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത കട കാണാൻ ചോദിച്ച വെണ്ണുംപിള്ളയായി ബുദ്ധി പറയുന്നത്. എന്തൊക്കെയായാലും ശരി, ഞാൻ ഇവിടെ ഒരു ടവർ പണിയാൻ സമ്മതിക്കൂല. എന്റെ നാടിന് വേണ്ടി സേവനം ചെയ്യാൻ എനിക്ക് ആരെ അനുവാദം വേണ്ട. ഞാനിവിടെ ടവർ കൊണ്ടുവന്നിരിക്കും. അതിന് എത്ര രൂപ എന്റെ ചെലവായാലും ഞാനത് കൊണ്ടുവന്നിരിക്കും. വലിയൊരു സേവനക്കാരെ. പഴനി പോണ ആൾക്കാർ ഭിക്ഷ തേടി പറഞ്ഞത് ജനലിൽ കൂടെ കണ്ട് കഥ കടച്ച് വീട്ടിന്റെ അകത്തിരിക്കണം. നീയാണോ ഒരു പഠിച്ചലവന്റെ കാര്യം പറയണത്? അത് പിന്നെ നിരീശ്വരവാദിയെ. എനിക്ക് അന്ധവിശ്വാസമൊന്നുമില്ല. രാത്രി 11 മണി കഴിഞ്ഞാ പ്രേതം ഉണ്ടെന്നും പറഞ്ഞു മുള്ളാൻ പോലും വെളിയിൽ ഇറങ്ങാതെ ലാർജ് സ്നാക്കി ഇട്ടോണ്ട് നടക്കണം. നീയാണാ നിരീശ്വരവാദി? ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞു? നിന്റെ വെണ്ണുമ്പിള്ള ആ മെഡിക്കൽ സ്റ്റോർ നടത്തുന്ന കുഞ്ഞമ്മ പീറ്ററാണെന്നും പറഞ്ഞുകൊണ്ട് എന്നെയാണ് വിളിച്ച് പറഞ്ഞത്. ഇതിലും നേരം അവളൊരു പ്രസ് മീറ്റ് വിളിച്ച് നടത്തുന്നതായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും എന്റെ ഭർത്താവ് ജീവിച്ചിരുന്നിരുന്നെങ്കിൽ എന്തും വേണ്ടി കാശ് നാട്ടുകാർക്ക് ചെലവാക്കുമായിരുന്നു. വിദേശ മദ്യശാലയുടെ മുമ്പിൽ കുപ്പി ഗ്ലാസ് വാടകയ്ക്ക് കൊടുത്താണ് അങ്ങേര് കുടിക്കുന്നത്. എന്നിട്ട് ഇപ്പൊ നാട്ടുകാർക്ക് വേണ്ടി ചെലവാക്കിയെന്ന് പോലും. എന്തൊക്കെയായാലും ഞാൻ ഇവിടെ ഒരു ടവർ വെക്കാൻ സമ്മതിക്കൂല. ഞാൻ ഇവിടെ ടവർ വെച്ചാ കുഞ്ഞമ്മയ്ക്ക് എന്താ ഇത്ര ദോഷം? എന്താണ് ദോഷം എന്നാ? നീ ഇവിടെ ടവർ വെച്ച് കഴിഞ്ഞാ പക്ഷിക്കൊക്കെ ജീവിക്കാൻ പറ്റൂ. പക്ഷികളെന്ന് വെച്ചാ എനിക്ക് ജീവനാണ്. ഒരു ദിവസം മുട്ടയിടാൻ മറന്നുപോയ കോഴിയെ പട്ടിണിക്കിട്ട് മാനസികമായി തളർത്തി മുട്ടയിടിപ്പിച്ച പെണ്ണുമ്പിള്ളയെ പറയുന്നത്. അവർക്ക് 3 നേരം ചിക്കൻ ഇല്ലാതെ ഉണ്ണാൻ പറ്റത്തില്ല. എന്നിട്ട് ഇപ്പൊ പക്ഷികളോട് സ്നേഹം. ഞാൻ സമ്മതിച്ചാലല്ലേ നീ ടവർ വയ്ക്കുള്ളൂ. ഞാൻ സമ്മതിക്കൂല അങ്ങോട്ട്. എന്താ കുഞ്ഞമ്മേ നിങ്ങൾക്ക് എന്നോട് ഇത്ര ശത്രുത? എന്താണ് ശത്രുത എന്നാ? നീ ജനിച്ചോണ്ടാണ് എനിക്ക് എന്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ടത്. അതെങ്ങനെ? നിന്റെ നാളേതായിരുന്നു? അത്തം.
അത്തത്തില് മകനുണ്ടായ അമ്മാവന് ദോഷമാണെന്ന് ജോലിച്ചർ അന്നേ പറഞ്ഞാണ്. ഞാൻ അത് നിന്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞു. ഒരു ദിവസവും കൂടെ ഒന്ന് പിടിച്ചു വെച്ചൂടായിരുന്നു. നിന്റെ അമ്മ കേട്ടില്ല. നീ ജനിച്ചതും അങ്ങനെ എന്നെ വിട്ടങ്ങ് പോയി. പിടിച്ചു ചേർത്താൻ എന്റെ അമ്മയുടെ വയറ്റിൽ ഗർഭപാത്രമോ അല്ലാതെ ഇടുക്കി ഡാമല്ല. എന്തൊക്കെ ആയാലും ശരി, എനിക്ക് നഷ്ടപ്പെട്ടത് പോയില്ലേ. പൂഴച്ചക്ക കുരുവോടെ തിന്നു കുരു തൊണ്ടേ കുടുങ്ങിയാണ് അങ്ങേര് ഇവിടുന്ന് പോയത്. അതും എന്റെ തലയെ കൊണ്ടങ്ങ് വെച്ച്. ഞാൻ ഇവിടെ ടവർ ഉണ്ടാക്കാൻ സമ്മതിക്കൂല. ഞാനിവിടെ ടവർ വെച്ചിരിക്കും. എന്റെ ഈ അതിരിൽ ഞാൻ ടവർ വെച്ചിരിക്കും. എന്റെ വസ്തുവിൽ ഞാൻ ടവർ വെച്ചിരിക്കും. എന്നാ ടവർ വയ്ക്കുന്നുണ്ടെങ്കിൽ അതിനൊരു ആണി അടിക്കുമല്ലോ, അതെന്റെ നെഞ്ചത്തായിരിക്കും. നിങ്ങളെ തളയ്ക്കാനല്ല അവരിവിടെ വരുന്ന, ടവർ പണിയാനാ. എന്തൊക്കെയായാലും നമുക്ക് കാണാം. അയ്യോ എക്സ്ക്യൂസ് മീ. യെസ്, ആരാ? ഞാൻ ടവറിന്റെ ലൊക്കേഷൻ നോക്കാൻ വന്ന സൈറ്റ് എഞ്ചിനീയർ ആണ്. കണ്ടോ, അതിവിടെ ടവർ പണിയാനേ ഭയങ്കര എതിരാ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അളിയാ, നിന്നെ കുറെ കാലമായുള്ള കണ്ടിട്ട്. നീ ഇത് എവിടെ ആയിരുന്നു? എനിക്ക് സൈറ്റ് ഒക്കെ ഒന്ന് കാണണമായിരുന്നു കേട്ടോ. നിനക്ക് എന്റെ വീട് ചുറ്റി കാണണോ? നീ പോയി കണ്ടോടാ. നാട്ടുകാർക്ക് സമ്മതം അല്ലെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റത്തില്ല. ആ പൈസ തിരിച്ചെന്നേ. നാട്ടുകാർക്കല്ല സമ്മതം. നീ പോയി എന്റെ വീട് ചുറ്റി കണ്ടോ. പള്ളി ശരിയാക്കി കൊടുക്കാം. ഈ കുരുവി കുഞ്ഞമാരെന്ന് ആർക്കും അറിഞ്ഞൂടാ. അതെ, സൈറ്റൊക്കെ നോക്കിയായിരുന്നു. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താ? നമ്മളെ ടവറിന് 3 കാലുണ്ട്. അതിലെ 2 കാല് ഇവിടെയും 1 കാല് അപ്പുറത്തെ വസ്തുവിൽ വെക്കേണ്ടി വരും. 3 കാല് ഇവിടെ തന്നെ പണിയാൻ പറ്റുമോ? പറ്റുമെന്നാ. പെയിന്റ് അടിക്കാൻ വേണ്ടി കൊണ്ടുവന്ന കുതിരയല്ല, ഇത് ടവറാണ് കേട്ടോ. വേണ്ടേ വേണ്ട, വേണ്ടേ വേണ്ട, ടവർ ഞങ്ങൾക്ക് വേണ്ടേ വേണ്ട, വേണ്ടേ വേണ്ട, വേണ്ടേ വേണ്ട, ടവർ ഞങ്ങൾക്ക് വേണ്ടേ വേണ്ട. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ അവരെ എങ്ങനെയെങ്കിലും പറഞ്ഞ് സമാധാനപ്പെടുത്ത്. അല്ലെങ്കിൽ നമുക്ക് ഈ പ്രോജക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഈ പ്രോജക്റ്റ് ചെയ്യാലോ. ഞാൻ പോയി സംസാരിച്ചു നോക്കാം. വേണ്ടേ വേണ്ട, വേണ്ടേ വേണ്ട, ടവർ ഞങ്ങൾക്ക് വേണ്ടേ വേണ്ട. കുഞ്ഞമ്മേ, കുഞ്ഞമ്മേ അല്ല കുഞ്ഞമ്മേ, നമ്മളൊരു രക്തമാണ്. കുഞ്ഞമ്മ, എന്റെ കുഞ്ഞമ്മേ അല്ലേ? കുഞ്ഞമ്മേ. കഴിഞ്ഞ ആഴ്ച ഇവന്റെ വീട്ടില് ഒരു തൊട്ടി വെള്ളം എടുക്കാൻ ഞാൻ ചെന്നപ്പം തേങ്ങ കിട്ടറിഞ്ഞില്ലാണ് നിന്റെ വെണ്ണമ്പള്ള എന്നെ. അത് പിന്നെ കുഞ്ഞമ്മയ്ക്ക് അവള് തേങ്ങ തന്നേല്ലേ? ഉന്നം വെച്ച് മുതുക്കത്തെറിഞ്ഞാണടാ തേങ്ങ എരണത്. എന്തായാലും കുഞ്ഞമ്മ തേങ്ങ എടുത്തേ. അല്ലൊരു കാര്യം, നാളെ മുതൽ കുഞ്ഞമ്മ എന്റെ കണത്തി വന്ന് വെള്ളം കോരിക്കോ. എനിക്ക് നിന്റെ വെള്ളം വേണ്ട. അല്ല പിന്നെ നാളെ മുതൽ കുഞ്ഞമ്മ ഇത് ഒഴിവെക്കോ. അല്ലേ വേണ്ട, കാറ് കൊണ്ടുവെക്കോ. പാളെ നിരങ്ങി താഴോട്ട് പോയാലും നിന്റെ പുരടുത്തൂടെ ഞാൻ പോവില്ല. എടാ, ഞങ്ങൾ ഇത്രയ്ക്ക് നശിക്കാൻ കാരണം നീ ഒരൊറ്റൊരുത്തനാണ്. അതൊക്കെ ഞാൻ അറിഞ്ഞ്. ഞാൻ നശിക്കാൻ വേണ്ടി ഏതോ ഒരു മന്ത്രവാദിയുടെ കയ്യിൽ നിന്ന് കൂടോത്രം ചെയ്ത മുട്ട മേടിച്ചോണ്ട് വന്ന് ആ മുട്ട കണ്ട് കൊതി മൂത്ത് അത് ബുൾസടിച്ച് തിന്നത്തല്ലയോ നിങ്ങൾ ഇങ്ങനെ ആയത്. അത് ഇനി എന്റെ തലയിൽ കൊണ്ട് വെച്ച്. എന്തൊക്കെ പറഞ്ഞാൽ ഇവ ഒരുപാട് അന്തസ്സുള്ളവനെ പോലെയാണ് കാണിക്കണേ. അങ്ങനെയൊന്നും അല്ല. 1.5 കൊല്ലം പല്ല് തേക്കാതിരുന്ന് സ്വർണ്ണ പല്ലെന്ന് പറഞ്ഞോണ്ടാണ് അല്ലാടാ നീ ആ പാമ്പെങ്ങത്തിനെ കെട്ടിയത്. എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇനി ഇവിടെ ഒരു ടവർ പണി നടക്കൂല. ഒരു ടവർ പണിയെ സമ്മതിക്കത്തില്ല. എന്തോ ചെയ്യും നമ്മളിനി? നീ പോയി പറ. അതെ കുഞ്ഞമ്മേ, ടവർ നമ്മളിവിടെ പണിയുമല്ലോ. ടവറിന് 3 കാലുണ്ട്. 2 കാല് ഇവിടെയും 1 കാല് അവിടെ വെച്ചോട്ടെ. എങ്ങനെ പറഞ്ഞ മനസ്സിലായാലും തോന്നും. ടവറിന് 3 കാലുണ്ട്. 2 കാല് ഇവിടെയും 1 കാല് അവിടെ വെച്ചോട്ടെ. അതിന് നിന്റെ കാലന്റെ ബേർത്തി നെടാ അങ്ങോട്ട്. എവിടെന്നോ കടന്ന് ആധാറിൽ പോലും മുഖം പറയാത്ത ഒരുത്തനെ വിളിച്ചോണ്ട് വന്നേക്കുന്നത്. എന്റെ കാല് പോലും അവര് വെക്കാൻ സമ്മതിക്കുന്നില്ല. പിന്നെ ആ ടവറിന്റെ കാല് എന്റെ കാല് വെച്ചോട്ടെ. തിരിച്ചു പോകുമ്പം അരക്ക് താപ്പോട്ട് തളർന്നു പോണെങ്കിൽ എടുത്തു വെച്ചു. നിങ്ങളൊരു കാര്യം ചെയ്യും, നമ്മള് തരാന്ന് പറഞ്ഞ 20 ലക്ഷം രൂപയില്ലേ, അതിന് പകുതി അവർക്കും കൂടി കൊടുക്കാന്ന് പറ. അതൊന്നും പറഞ്ഞ അവർ സമ്മതിക്കത്തില്ല. അവർ അഴുക്കിയാന്ന്. ആര് പറഞ്ഞ് സമ്മതിക്കൂലെന്ന്? അവരെപ്പോഴേ സമ്മതിച്ച്. നീ തിരിഞ്ഞു നോക്ക്. സമ്മതിച്ച ഒരു വരം. ഒരു വരവെന്നല്ലേ തെറ്റിപ്പോയതാണോ? അല്ല, ഈ സിറ്റുവേഷൻ ഇത് ആക്റ്റാ. ഇത്രയും കാലം ചെവി കേൾക്കത്തില്ലെന്നും പറഞ്ഞ് പെൻഷൻ മേടിച്ച് പഞ്ചായത്തിനെ പറ്റിച്ചോണ്ടിരിക്കുവായിരുന്നല്ലേ സാറേ. ഈ പരിപാടികൾ നടക്കത്തില്ല. ഞാൻ അതിന്റെ പകുതി കൊടുക്കത്തില്ലെന്ന് വെച്ചാൽ കൊടുക്കത്തില്ല. എനിക്കതൊന്നും കേൾക്കണ്ട. നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത പൈസ ഇപ്പം തന്നെ കിട്ടണം. അത് തിരിച്ചു വരാൻ പറ്റത്തില്ല. അതിന് ഞാൻ കുറച്ചെടുത്ത് ചെലവാക്കി. നീ അവരെ എങ്ങനെയെങ്കിലും പറഞ്ഞത് സമാധാനപ്പെടുത്ത്. അല്ലെങ്കിൽ നമ്മൾ വേറെ സൈറ്റിലോട്ട് പോകും. നിങ്ങൾ വേറെ എവിടെയും പോണ്ട. ഞാൻ പറഞ്ഞ് സമാധാനപ്പെടുത്താം. കുഞ്ഞമ്മേ, നമ്മളിവിടെ ടവർ പണിഞ്ഞ് കഴിയുമ്പോൾ കുഞ്ഞമ്മയ്ക്ക് ഞാൻ 25% തരും.
കുഞ്ഞമ്മക്ക് ഞാൻ 25% തരുമെന്ന്. അതൊന്നും പറ്റൂല. 50% കറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് തന്നു കഴിഞ്ഞാ നീ കയ്യാ കാല എന്തെങ്കിലും പോയി അതും അഡ്വാൻസ് മുൻകൂറായി തന്നാ മാത്രം ഞാൻ സമ്മതിക്കൂ. കാരണം നീയാണ് ആള്. എപ്പ കാലുമാറുമെന്ന് പറയാൻ പറ്റൂല. 50% അതൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഏറ്റവും കൂടുതൽ പണിയുന്നത് എന്റെ ഇവിടാണ്. അപ്പൊ എനിക്ക് 50%, നിങ്ങൾക്ക് 25% ഉള്ളൂ കുഞ്ഞമ്മേ. എന്നാ പിന്നെ നീ 3 കാലം നിന്റെ സ്ഥലത്തൊക്കെ വെച്ചോടാ. സാറേ, നിങ്ങൾ ഇവിടെ ടവർ പണിയണ്ട, നിങ്ങൾ വേറെ എവിടെയും പോയി പണിഞ്ഞോ. അല്ലേലും ഇങ്ങനെ എല്ലാ സ്ഥലത്തും കാണും ഇതുപോലൊരു ഐറ്റം. അവർക്ക് 24 മണിക്കൂർ നെറ്റ് വേണം. എന്നാൽ നെറ്റ് തീർന്നാ കാണിക്കുന്ന ഭ്രാന്ത് കണ്ടിട്ടുണ്ടോ? അതുകൊണ്ട് ഇവരെ പോലുള്ള ആൾക്കാർ ഈ വികസനത്തിനൊന്നും ഇതില്ലെന്ന്. ഞാൻ എപ്പോഴാ വികസനത്തിന് എതിരെയുന്നത്? അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ നമ്മുടെ വീട്ടിന്റെയും നിന്റെ വീട്ടിന്റെയും തമ്മിലുള്ള ഏതൊക്കെയുള്ള അതിരില് എന്തിനടാ ഒരു ടവറ്? ഓണമൊക്കെ വരുമല്ലേ കുഞ്ഞമ്മേ, എനിക്കും എന്റെ ഭാര്യ കൂടെ ഊനാലിട്ട് ആടാൻ. നിങ്ങൾ ഇപ്പോഴാണ് VKK ആയത് എന്ന് വെച്ചാ വികസനമില്ലാത്ത കേട്ട കിളവി. ഇതാണ് നമ്മുടെ ലിറ്റിൽ സൂപ്പർ സ്റ്റാർസ്. ഒരു നല്ല കൈഡി വിജുകൊട്ടൻ ചേട്ടാ. കുരുവി കുഞ്ഞുമ്മേ, നന്നായിരുന്നട്ടാ. അത് നല്ല കണ്ടന്റ് ആയിരുന്നു. പക്ഷെ നിങ്ങൾ കുറച്ചുകൂടി തമാശ, നിങ്ങൾ നല്ല കണ്ടന്റ് എടുത്തപ്പോൾ നല്ല തമാശകളും കൂടി ഉൾപ്പെടുത്തായിരുന്നു. കുറച്ച് തമാശ കുറവുണ്ട്. നിങ്ങൾ നേരത്തെയൊക്കെ കളിച്ചിരുന്നത് എന്ത് ഉഷാറായിട്ടാണ്. നിങ്ങൾ പറയുന്നതെല്ലാം കൗണ്ടറുകളായിരുന്നു അല്ലേ നേരത്തേക്കേ. 3 പേര് എനിക്ക് തോന്നുന്നു അനന്യമോൾക്ക് ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല. അനന്യമോൾ വന്നിട്ട് അല്ലേ വളരെ സൈലന്റ് ആയിട്ട്, ഗൗരവമൊക്കെ കറക്റ്റ് തന്നെയാണ്. ഒരു വലിയ ഓഫീസറുടെ ഗൗരവവും കാര്യങ്ങളും, എഞ്ചിനീയറുടെ ഗൗരവവും അതുപോലെ ഗെറ്റപ്പും ടൈയും എല്ലാം കറക്റ്റായിരുന്നു. പക്ഷേ ഗൗരവം പിടിച്ചു നിന്നിട്ട് കാര്യമില്ല, നമുക്കിവിടെ തമാശകൾ വേണമല്ലോ. പക്ഷേ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ സ്കിറ്റുകൾ കാണുമ്പോൾ ഞങ്ങളും ഇവരൊക്കെ ചിരിക്കണം ഇങ്ങനെയല്ല. കുറേ ചിരിക്കാറില്ലേ അല്ലേ? അത്രയും ചിരിയാണ്ട് വന്നില്ല അല്ലേ? അടുത്ത പ്രാവശ്യം പിടിക്കാം. അതെ, അടുത്ത പ്രാവശ്യം എന്തായാലും നമുക്ക് നന്നായിട്ട് പിടിക്കാം കേട്ടാ. അത് നിസ്സാരം. നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ പുഷ്പം പോലെയാണ് അല്ലേ? അടുത്ത പ്രാവശ്യം പൊരിക്കാം കേട്ടാ. ഓൾ ദ ബെസ്റ്റ്. അല്ല, റിഹേഴ്സലിൻ്റെ ഒരു കുറവായിട്ടാണ് എനിക്ക് കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. ഉള്ള കണ്ടന്റ് നല്ല കണ്ടന്റ് ആയിരുന്നു കേട്ടോ. കാര്യം ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ആ എടുത്ത് നിങ്ങൾ കാണിച്ചത്. പക്ഷെ അതിനനുസരിച്ചുള്ള കൗണ്ടറുകളും കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് വന്നില്ല എന്നുള്ളതാണ്. കുറച്ച് കൗണ്ടറുകൾ നല്ലതുമുണ്ട് അതിൻ്റെ അകത്ത്. തിരഞ്ഞെടുക്കാൻ പറ്റുന്ന കുറച്ച് 1, 2, 3, 4, 5 കൗണ്ടർ കൂടെ ഉണ്ട്. നിങ്ങൾ ഉള്ളത് വൃത്തിയാക്കി കളിച്ചു. നിങ്ങളെ ഏൽപ്പിച്ച ഭാഗത്ത് റിഹേഴ്സലിൻ്റെ ഭാഗം അത്ര പോരാ എന്ന് എനിക്ക് ഇന്ന് കണ്ടപ്പോൾ തോന്നി. സാധാരണ ഇവിടെ നിങ്ങളാണ് ഏറ്റവും കൂടുതൽ റിഹേഴ്സൽ ചെയ്യുന്നതെന്ന് പറയുന്ന ആളാണ് ഞാൻ. പക്ഷേ ഇന്നത്തെ ഈ കളിയിൽ എനിക്ക് തോന്നിയത് നിങ്ങൾ ഇതിന് റിഹേഴ്സൽ കുറവായിരുന്നു. ഓക്കെ, അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കണം കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ബക്രു ചേട്ടാ. സൈന്ധവേ, എന്താണ് പുതിയ വിശേഷങ്ങൾ? സാധാരണ നമ്മളിങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പുതിയ വാർത്തകളൊക്കെ പറയാറുണ്ടല്ലോ. ക്ലാസ് തുടങ്ങി, സിനിമ ഹെയർ കട്ട് വന്നിട്ടുണ്ട്. കുറച്ച് ഗൗരവമുണ്ട്. ഇച്ചിരി ഗൗരവം ഉള്ള പോലെ എനിക്ക് തോന്നി. അങ്ങനെയല്ല, കഥാപാത്രമായിട്ട് വരുമ്പോ ഭയങ്കര അല്ലാതെ ഗമയാന്നല്ല, പാവാണ്. അതെനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ടല്ലേ പുതിയ സിനിമയുടെ കട്ടാണോ? നല്ല രസമുണ്ട്. നല്ല കിടുക്കാച്ചി ഹെയർ സ്റ്റൈല്, നല്ല രസമുണ്ട്. അനന്യ നല്ല ഗെറ്റപ്പാ കേട്ടോ. ഈ ലുക്കിലാ സ്കൂളിൽ പോകുന്നത്. ഈ ലുക്കിലൊന്ന് ലാലേട്ടനെ പിടിച്ചൊന്ന് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ഓക്കെ ദേവി, നല്ല രീതിയിൽ മോള് പെർഫോം ചെയ്തു. ഇതിലിപ്പോൾ ഇവർ രണ്ടുപേരും പറഞ്ഞതിൽ നിന്ന് വ്യത്യാസമായിട്ടൊന്നും ചേട്ടൻ പറയുന്നില്ല. നിങ്ങളുടെ ഈ കൗണ്ടറുകളുണ്ടല്ലോ, നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഇതിനു മുമ്പ് നിങ്ങൾ കളിക്കുമ്പോൾ കുറച്ചുകൂടെ നിങ്ങളുടെ സ്കിറ്റുകളിൽ കൗണ്ടറുകൾ വരുന്നുണ്ട്. പിന്നെ കുറച്ചുകൂടെ നിങ്ങൾ പ്ലേ ശ്രദ്ധിക്കണം. എന്താ പറയുന്നത്, കുറച്ചുകൂടി നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഇത് ഐറ്റം വേറെയിൽ നിങ്ങൾക്ക് വേറെ ഫാൻസ് ഉണ്ട്. നിങ്ങളുടെ സ്കിറ്റുകൾ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ചിലരൊക്കെ പറയണ പിള്ളേരുടെ സ്കിറ്റൊക്കെ കാണണമെന്നാണ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കൊരു ഭാരിച്ച ഉത്തരവാദിത്വം ഇല്ലേ? അപ്പോൾ അതൊന്നും നിങ്ങൾ ഇച്ചിരി കൂടി ഒന്ന് വളരെ കെയർഫുള്ളായിട്ട്, കാരണം കഴിഞ്ഞ പെർഫോമൻസിനേക്കാളും ഒരു കാരണവശാലും ഇത്തവണത്തെ പെർഫോമൻസ് താഴെ പോകാൻ പാടില്ല എന്നുള്ള ഉത്തരവാദിത്തോടു കൂടി തന്നെ ചെയ്താൽ നല്ല രസമായിട്ട് വരും. ഇവരെന്തിനാണ് ഈ ടവർ തടയുന്നതെന്ന് പറയുന്നതിനകത്തൊരു ന്യായമൊക്കെ പറഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും ഈ സാധനം. പിന്നെ കാശ് വരുന്നു എന്ന് കാണുമ്പം റേഡിയേഷൻ വന്ന് ചത്താലും കുഴപ്പമില്ല, കാശ് കിട്ടിയാൽ മതി എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നാൽ നമുക്ക് ഇതും കൂടി ഇച്ചിരി കൂടി രസമായിട്ട് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അടുത്ത് നന്നാക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു. ആരാണ് ആദ്യത്തെ മാർക്ക് കൊടുക്കുന്നത്? ഞാൻ കൊടുക്കാം. എത്ര? ഞാനൊരു 5000 രൂപ കൊടുക്കും. 5000 രൂപ. എത്ര? ഞാനൊരു 8000 രൂപ. ബാക്കി ഇനിയിപ്പോ ടവറൊന്നും വെക്കണ്ട, ഞാൻ നന്നാക്കാം. ടോട്ടൽ എമൗണ്ട്
20,000 രൂപ. ഇതിപ്പോ എങ്ങനെ പോട്ടെ? അടുത്ത പ്രാവശ്യം നമുക്ക് ഉഗ്ര സാധനം ഇടുന്ന ഉഗ്രമാർഗം വാങ്ങിക്കണം. അനന്ത ചേട്ടനോട് പ്രത്യേകം പറയണം. ഓക്കെ, അടിപൊളി സാധനങ്ങൾ ഇത് തരാം. ഓക്കെ, എനിക്കൊരു ടവർ വേണം കേട്ടോ. ഓക്കെ, ബൈ. ഹെയർ കട്ട് കൊള്ളാം. ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. 1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും. UG, PG, ഡിപ്ലോമ, MRS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ. ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടെച്ചിൽ. www.24studyabroad.com. കുടുംബങ്ങളോടൊപ്പമുള്ള ആത്മബന്ധം. ഫ്ലവേഴ്സ് ആൻഡ് 24, വിശ്വാസത്തിന്റെ ഉറപ്പ്. 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ. 9001 80008000120. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. പിന്നെ ഒരു പുതിയ കോമ്പിനേഷൻ നമ്മുടെ വിഷ്ണു ഉണ്ട്, ബാസ്റ്റിനും ഉണ്ട്. പ്രാവശ്യം കൂടെ ദീപ്തിയാണ്. ഒരു നല്ല കൈഡി കേട്ടോ. തെന്നി തെന്നി വളകൾ കൊഞ്ചി കൊഞ്ചി കഥകൾ നെയ്ത് വന്ന പൂങ്കാറ്റെ കുളിരു കമ്മലിട്ട് കവിളിലൊന്ന് തൊട്ട് കുടുങ്ങി കൂടി കളിയാടാമോ. എന്റെ പൊന്നെ കുറെ വൃത്തികെട്ടന്മാര്. എന്റെ പൊന്നെ, ഞാൻ കല്യാണത്തിന് ക്ഷീണം കാരണം ആ സെറ്റിയെ കിടന്ന് ഉറങ്ങുമായിരുന്നു. കുറെ വൃത്തികെട്ട പിള്ളേർ വന്ന് എന്റെ ദേഹത്ത് ചെസ് കളിച്ച്. എന്നാ പറയാൻ പറ്റുന്നു? ആ മോളെന്ന് ഇവിടെ കിടന്ന് ഡാൻസ് കളിക്കുന്നത്? അത് മണ്ഡപത്തിലേക്ക് താലവും കൊണ്ട് ഇങ്ങനെ കളിച്ചിട്ട് കണ്ടിട്ടില്ലേ? ആണല്ലേ? ആ മനസ്സിലായി. ഈ സാധനം തന്നെ അവിടെ ഒന്ന് അടിക്കണം കേട്ടോ. കിടുക്കാച്ചി ആയിരിക്കും ഇതൊക്കെ. ഞാൻ എത്ര നേരം മാമനെ നോക്കണം. മാമൻ ഇവിടെ ഒന്നുമില്ല, എങ്ങോട്ട് പോയി? അവനെ ഞാൻ പടിയടച്ച് പിണ്ടം വെച്ച് പ്ലേറ്റും കഴുകി വെച്ച്. എന്തിനാന്നോ? എടി, ഇത്ര ആൾക്കാർ ഇവിടെ വന്ന് ഇരിക്കുവാണോ? നീ ഇവിടെ വന്ന് ഡാൻസ് കളിച്ചോ? പെണ്ണിന്റെ അച്ഛന്റെ കിഡ്നി അടിച്ചു പോയെന്ന് പറഞ്ഞ് അവൻ ബക്കറ്റ് പിരിവ് നടത്തി. അവനെ ഞാൻ അടിച്ചിറക്കി വരണ്ട. അവനെ വൃത്തികെട്ടവനല്ലേ അവൻ. അല്ലെങ്കിൽ ഈ ദാസമാമന്റെ കാര്യം എങ്ങനെ? അങ്ങനെ എപ്പ വരും എപ്പ പോകുന്നൊന്നും പറയാൻ പറ്റൂലെന്ന്. ഇതെന്താണ് ഇന്നലെ വരെ അറിയണ്ടായില്ല? അതൊന്നും പറയണ്ട. രാവിലെ വാക്കിങ്ങിന് ഇറങ്ങിയതാ. തലയിൽ വാക്കല്ലാത്ത ഒരു കാക്കത്തൂറി. സമ്മർ ജീപ്പിട്ട് ഒറ്റപ്പിടി ഇരിക്കട്ടെന്ന് ഞാനും. എങ്ങനെയുണ്ട്? സിനിമാ നടന്മാരെ പോലില്ലേ? ഉണ്ടല്ലേ? അയ്യോ, ഒരു കാര്യം ചെയ്. എന്റെ മോൾ ഇവിടെ നിന്ന് പുഴുക്കണ്ട. അച്ഛൻ നിന്ന് ഏകദേശം പുഴുത്തു. ഇനി മോൾ അകത്ത് പോയിരുന്നോ. 10 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ ഓടാ കള്ളാന്നു. സാരമില്ല, പുതിയ ടീം ആയതുകൊണ്ടായിരിക്കും മറവിയൊക്കെ വരും. ആരാ ഈ അസ്ഥാനത്തൊരു ഫോൺ കോൾ? എന്റെ ബലമായ സംശയം കണ്ടന്റ് രജിസ്റ്റർ ചെയ്യാൻ വിളിക്കുന്നവൻ ആരെങ്കിലും ആയിരിക്കും. എന്നാ എടുത്തേക്ക്. ഹലോ ഹലോ, ആരാ? പാമ്പാടി രായനാണ്. അതിനാ നിന്നെ ആന പറ്റതാന്നോ? അങ്ങനെ പറഞ്ഞേ. അല്ല, മൃഗത്തിനിടേണ്ട പേരൊക്കെ നിനക്കിട്ടിരിക്കുന്നു. അയ്യോ, അതല്ല. പിന്നെ പാമ്പാടിയിലുള്ള രാജനാന്ന്. അയ്യോ, പാമ്പാടിയിലുള്ള രാജ പറഞ്ഞേ. മുതലാളി, ഓ, ഞാൻ ഈ പറയുന്ന കാര്യം ഒരു ഈച്ച പോലും അറിയില്ല. എന്റെ പൊന്ന് രാജ, ഞാൻ ആ ടീച്ചോട് പറയത്തില്ല. നീ ആ ടീച്ചോട് പറയാതിരുന്നാ മതി. ഒരു കുഴപ്പം വരത്തില്ല. നീ കാര്യം പറയടാ. മുതലാളി, ഓ, നിങ്ങളുടെ മകൾ സുധിക്കുട്ടിയും നിങ്ങളുടെ ഡ്രൈവർ ഫെഡറിക്കും തമ്മിൽ ഇഷ്ടത്തിലാണ്. എന്ത്? ഇറ്റ്സ് എ ട്രൂത്ത്. ഐ കാന്റ് ബിലീവ് ദിസ്. ബിലീവ് ഇറ്റ്. ആ മുതലാളി, ഓ, പക്ഷെ ഈ അവസരത്തിൽ അതെനിക്ക് പറയാൻ പറ്റുമോ അറിയത്തില്ല. എന്തായാലും രാജ, നിനക്കത് പറഞ്ഞേ പറ്റത്തുള്ളൂ. അതിനാ മുതലാളി? ഇല്ല, അടുത്ത ഷെഡ്യൂൾ നീ വീട്ടിൽ ഇരിക്കും. മുതലാളി, അങ്ങനെയെങ്കിൽ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഫെഡറിക്ക് നിങ്ങളുടെ മുറ്റത്ത് എത്തുന്നതാണ്. ഓഹോ, ഈ ഇൻഫർമേഷൻ തന്നതിന് വളരെ നന്ദി. അവനെ ഞാൻ നേരിട്ടോളാം. 4 കെട്ട് തറവാട്ടിലെ സാബു മുതലാളിയുടെ മകളെ പ്രേമിക്കാനായിട്ട് പാവപ്പെട്ട വീട്ടിലെ ഒരു പട്ടി. അവനിങ്ങ് വരട്ടെ. അവന്റെ കയ്യും കാലും ഞാൻ ഇന്ന് തല്ലി ഓടിക്കും. അയ്യോ, സോപ്പും പതാ. ഇതാണ് കല്യാണ വീട്ടിൽ പിള്ളേർ വന്ന വെള്ളം കുഴപ്പം. എന്റെ പൈപ്പിന്റെ അകത്ത് സോപ്പും പത കയറ്റി വെച്ച ആരത്? മുതലാളി. ആഹാ, എന്താടാ ഫെഡറിക്കേ? എന്റെ മകളെ അടിച്ചോണ്ട് പോകാമെന്നാണോടാ? പറയടാ ഫെഡറിക്കേ. പരിഹസിക്കരുത് മുതലാളി. ഈ ലോകം തന്നെ എനിക്ക് എതിരിരുന്നാലും നിങ്ങളുടെ മകൾ സുധിക്കുട്ടി എന്റെ ഈ കൈകളിൽ ഭദ്രമായിരിക്കും മുതലാളി. എന്റെ ഈ കൈകളിൽ ഭദ്രമായിരിക്കും. ഫെഡറിക്കേ,
നീ മേടിച്ചോണ്ട് വന്നത് 150 രൂപയുടെ ഒരു കുറഞ്ഞ പൈന്റ്, അതും പോട്ടെന്ന് വെക്കാം. സാമാന്യ ഒരു ജഡ്ഡിയെങ്കിലും വാങ്ങിച്ചിട്ടൂടാ നിനക്ക്? ഇല്ല ഇങ്ങനെ മുഴുവൻ കാലമായിട്ട് ഇവരുടെ മുന്നിൽ നാണം കിടന്ന് വരുവാടാ നിനക്ക്? അത് മുതലാളി പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ധൃതിയില് എടാ ഇങ്ങനെ ഒരു ഇലാസ്റ്റിക്കിന് പോലും വകയില്ലാത്ത നിനക്ക് ഞാൻ എന്റെ മോളെ എങ്ങനെ കെട്ടിച്ചേരൂടാ? പറയടാ. ആക്ഷേപിക്കരുത് മുതലാളി. ആഹാ, ഈ വീട്ടിലെ ഉപ്പും ചോറ് തിന്ന് വളർന്നവരാണ് ഞാൻ. അതൊന്നും ഈ ഫെഡറിക്ക് മറന്നിട്ടില്ല. ഉപ്പിന്റെയും ചോറിന്റെയും കാര്യം മാത്രം നീ മറന്നില്ല, അതിന്റെ കൂടെ കഴിച്ച പൊരിച്ച മീന്റെയും മുട്ടയുടെയും കിഴങ്ങ് മരുന്ന് കൊടുക്കുന്ന കാര്യം നീ അങ്ങ് മറന്നല്ലേടാ? മുതലാളി ഞാൻ ഒരു കാര്യം പറയാം. എന്നാ? ആഹാരത്തിന്റെ കാര്യത്തിൽ മാത്രം ഒരിക്കലും കണക്ക് പറയരുത്. ഓ, കണക്ക് പറയരുത് പോലും. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഡോബർമൻ പട്ടി ആത്മഹത്യ ചെയ്തതായിട്ട്? ഇല്ല. എന്നാ എന്റെ വീട്ടിൽ അത് സംഭവിച്ചിട്ടുണ്ടോ? നീ അതുങ്ങളുടെ ഫുഡ് വരെ എടുത്ത് തിന്നിട്ട് ആൾ ആത്മഹത്യ ചെയ്താ പുല്ല് അല്ല വിട്ട്. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, ഫെഡറലിക്ക് ഈ രാജ്യം വിട്ട് തന്നെ നീ പൊക്കോ, അല്ലെങ്കിൽ നാളത്തെ സൂര്യോദയം കാണാൻ നീ ഉണ്ടാവില്ല. പൂച്ചാണ്ടി കാണിച്ച് പേടിപ്പിക്കലും മുതലാളി. എന്തൊക്കെ സംഭവിച്ചാലും ശ്രുതി ഇല്ലാതെ ഈ ഫെഡറിക്ക് ഇവിടുന്ന് പോകത്തില്ല. ഓഹോ, അപ്പൊ ശ്രുതി ഉണ്ടല്ലേ നീ പോകത്തുള്ളൂ? ശ്രുതി ഉണ്ടല്ലേ ഫെഡറിക്ക് ഇവിടുന്ന് പോകും. ഓക്കെ, ശ്രുതി പ്ലീസ്. ശ്രുതി കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോടാ? ഓക്കെ ഓക്കെ. സ്വാമിനാഥ പരിപാലയ സുമാസകാല മഞ്ജീശ ഗുരുകുല ദേവസേനാഥ സ്വാമിനാഥ പറഞ്ഞു പറ്റിക്കാൻ നോക്കുന്ന മുതലാളി. ആരൊക്കെ എതിർത്താലും എന്തിന് എന്റെ സുതിക്കുട്ടിയുടെ അച്ഛനായ നിങ്ങൾ എതിർത്താലും ആരായാലും വെട്ടി വീഴ്ത്ത ഈ ഫെഡറിക്ക് എന്റെ മകളെ നിനക്ക് ഞാൻ കിട്ടിച്ചു തരില്ല മുതലാളി. അത് പറയേണ്ടത് മുതലാളിയല്ല, പിന്നെ മുതലാളി സുതിക്കുട്ടിയെ വിളിക്ക്, അവൾ പറയട്ടെ അതിനുള്ള ഉത്തരം. ശരി, ശ്രുതിക്കുട്ടിയെ വിളിക്കാം. നിങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ലെന്ന് പറഞ്ഞാൽ അപ്പൊ ഞാൻ നിന്നെ കാണിച്ചു തരാം. ശ്രുതിക്കുട്ടി, ഓ എന്താ ഇവിടെ വരൂ. എന്താ അച്ഛ വിളിച്ചത്? എന്താ മോളെ അവനെ കണ്ടപ്പോ കടൽക്കാക്ക മീമുള്ളു കൊണ്ടുപോകുന്ന കണക്കിൽ നിന്നത്? ഒന്നുമില്ല. അച്ഛൻ എന്താ വിളിച്ച? ഈ നിൽക്കുന്ന കൈതച്ചക്കെ നിനക്കറിയാവോ? നിനക്ക് പിന്നെ അറിയത്തില്ലേ? എന്റെ പൊന്നു മുതലാളി കഴിഞ്ഞ ആഴ്ച കപ്പലിന്റെ മുട്ടായി പഠിച്ചു കൊടുത്താ നിങ്ങളെ കണ്ട് പേടിച്ചിട്ട് പെങ്കുച്ചു പറഞ്ഞു. ഫെഡറിക്ക് ഒന്ന് സമാധാനം. ഒരു കല്യാണ വീടാണ്. ഈ നിൽക്കുന്നവനല്ലടി നിനക്ക് വെള്ള പേപ്പറിൽ ഐ ലവ് യു എഴുതി തന്നത് ചോര? അല്ല, അത് രതീഷേട്ടായോ? അപ്പൊ നിന്റെ ബാഗിൽ ഒരു 30 ഡയറി മിൽക്കിന്റെ കവർ കണ്ടല്ലോ, അത് മേടിച്ചു തന്നവനല്ലടി? അത് വിനിഷേട്ടായി. വിനീഷേട്ടനോ? അപ്പൊ നിന്റെ ഓട്ടോഗ്രാഫിൽ MA മറന്നാലും BA മറന്നാലും എന്നെ മറക്കെന്ന് എഴുതിച്ചത് ഈ പൂച്ചാണ്ടി അല്ലേടി? അത് ഷീച്ചേട്ടൻ. ചേട്ടനോ? മോനെ ഫെഡറിക്ക്, എന്തോ നീ 8ാം ക്ലാസ്സിലെ സയൻസ് പുസ്തകത്തിലെ പരിണാമ സിദ്ധാന്തത്തിന്റെ ഫോട്ടോ കണ്ടുണ്ടോ? കണ്ടുണ്ട്. അതിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു കുരങ്ങനെ നീ കണ്ടുണ്ടോ? കണ്ടുണ്ട്. ആ കുരങ്ങൻ ഇനി മുതൽ നീയാ. നിന്റെ പുറകെ ഒരുപാട് പേര് ഇനി വരാനുണ്ടാ. നിങ്ങളെ കണ്ട് പേടിച്ചിട്ട് പെങ്കുച്ചു കള്ളത്തരം പറഞ്ഞ ശരിക്കും ചോദിച്ചു നോക്കുക. ഇപ്പോഴത്തെ കാമുകൻ ഞാനാ. സത്യം പറ, ഇവനല്ലേ ഒരാളെ കിട്ടും. അതെ. അച്ഛനൊരു കാര്യം പറയാം. എന്താച്ചാ? അകം വേവുന്നത് പുറമറിയരുത് എന്നുവെച്ചാ? എന്നുവെച്ചാ ചെറുക്കനും കൂട്ടരും ഇപ്പൊ എവിടെ വന്ന എന്റെ കടവിടല് കണ്ടിച്ചിടും. അതുകൊണ്ട് നീ അവനെ പറഞ്ഞ് മനസ്സിലാക്കി. അച്ഛൻ പോയി ഒരു 10 അടിച്ചിട്ട് വരാം. കാരണവന്മാരൊക്കെ ആ മാവിന്റെ കൂട്ടിൽ ഒത്തുകൂടൂ. പ്ലീസ് കം. അയ്യേ ചിണുങ്ങണ് വേണമെന്നല്ലേടോ? നീ എന്താണ് എന്റെ അവസ്ഥ ഒന്നും മനസ്സിലാക്കാത്തത്? എന്തവസ്ഥ? 24 മണിക്കൂറും അടിച്ച് നടക്കണ അച്ഛൻ, തലക്ക് വെളിവില്ലാതെ നടക്കണ എന്റെ അമ്മ, ഫുൾ ടൈം കാട്ടാകുസ്തിയുമായി നടക്കുന്ന ചേട്ടൻ, അവരൊക്കെ പറയുമ്പോ ഞാൻ എങ്ങനെയാണ് മറ്റുള്ളവരുടെ മുമ്പിൽ തല കുനിച്ചു കൊടുക്കാതിരിക്കുന്നത്? കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട. നീ വാർക്കപ്പണിക്ക് പോയി തുടങ്ങിയല്ലേ? വാർക്കപ്പണിക്കാ? നീ ഞാനും പ്രേമെന്ന് പറഞ്ഞിട്ട് എന്റെ ചേട്ടൻ നിന്നെ കൊണ്ട് എന്നെ കെട്ടിച്ചേരാന്ന് പറഞ്ഞല്ലേ? ഏതാ ന്യൂ രാജസ്ഥാൻ മാർബിൾസ്? അവർ നമ്മൾ രണ്ടുപേരെ പ്രണയം അറിഞ്ഞിട്ട് എന്നെ വന്ന് കെട്ടിപ്പിടിച്ച്. നിനക്കറിയോ ആശുപത്രി പോയിട്ട് വേദനകാരം എക്സ്റേ എടുത്തപ്പോഴേക്കും പ്ലാസ്റ്റിക് കൊണ്ടത് പൊടിഞ്ഞു കിടക്കുന്ന പക്കാവട പോലെയാണ് എന്റെ എല്ലിരുത്തത്. അത് ഇഷ്ടം കൊണ്ട് കെട്ടിപ്പിടിച്ചായിരിക്കും. ഒരു മിനിറ്റ്. അയ്യോ, ടാങ് നിറഞ്ഞ് വെള്ളം പോണ്ട്. ഇതെന്താ ഗുളുഗുളു ശബ്ദമൊക്കെ വന്നത്? അത് ഗുളുഗുളു ശബ്ദമല്ല, നാദസ്വരത്തിന്റെ ശബ്ദ. നാദസ്വരത്തിന് എന്താ ഈ ഒച്ച? അത് എന്റെ ശ്രുതിക്കുട്ടിക്ക് നാദസ്വരത്തിന്റെ ശബ്ദം ഇഷ്ടമില്ലാന്ന് വിചാരിച്ച് ഞാനതിൽ വെള്ളം കോരി ഒഴിച്ചു. എന്തൊരു കെയറിംഗ് ആടാ നിനക്ക്. നിന്നെ പൊന്നേന്നു വിളിച്ചൊരു നീ അകന്നു പോയാൽ വൃഥായി ജന്മം. നിന്നെ പൊന്നേന്നു വിളിച്ചൊരു എന്നാലും കാശുള്ള വീട്ടിലൊരു ചെറുക്കനെ കണ്ടെന്ന് പറഞ്ഞ് പാവപ്പെട്ട വീട്ടിൽ എന്നെ നീ ഉപേക്ഷിച്ചില്ലേ? നിന്റെ കൊടുക്കുന്ന
പിശുക്കാണ് എല്ലാത്തിനും കാരണം. നീ ഇന്ന് വരെ എനിക്കൊരു നാരങ്ങളുള്ള കപ്പലിന്റെ മുട്ടായി അല്ലാണ്ട് എന്തെങ്കിലും മേടിച്ചു തന്നിട്ടുണ്ടോ? എന്തെങ്കിലും മേടിച്ചു തന്നിട്ടാ? ഇങ്ങോട്ട് നോക്ക്. ഇല്ല കാണാ വലിയ വലിയ 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ കൊണ്ടുപോയി ഞാൻ തിന്നാൻ മേടിച്ചു തന്നിട്ടില്ലേ? കഴിഞ്ഞ ദിവസം കൊണ്ടുപോയില്ലേ ഒരു ഹോട്ടലില്? എന്നിട്ട് നീ എന്നെ അവിടെ വെച്ച് നാണം കെടുത്തി കളഞ്ഞില്ലേ? നീ ടിഷ്യൂ പേപ്പർ ഒക്കെ എടുത്ത് സാമ്പാറിൽ മുക്കി തന്നില്ലേ? അയ്യോ ടിഷ്യൂ പേപ്പർ ഞാൻ വിചാരിച്ചു ലൂസ് പത്രിയായിരിക്കും. ഞാൻ ആ വണ്ടി കയറുന്ന നേരത്ത് അവസാനമായിട്ട് നിന്റെ കണ്ണിലേക്ക് ഒന്ന് നോക്കി. നീ എന്നോട് ഐ ലവ് യു പറയുമെന്ന് ഞാൻ കരുതി. എന്നിട്ട് നീ എന്താ പൊട്ടാ എന്നോട് ചോദിച്ചത്? വണ്ടിക്കൂലിക്ക് ഒരു 10 രൂപ തരാമോ? നീ എന്നെ വലിയ കുറ്റം പറഞ്ഞിട്ടുണ്ടല്ലോ. എടി ചോക്ലേറ്റ് ഡേ അന്ന് നിനക്ക് ആ ചോക്ലേറ്റ് വാങ്ങി തന്നില്ല. നീ അത് മാത്രം പറയാം. ഓ അത് ശരിയാട്ടോ. അത് ഇവൻ എനിക്ക് മേടിച്ചു തന്നായിരുന്നു. ഇവനാ രണ്ടിന് വീട്ടിൽ കല്യാണത്തിൽ പോയിട്ട് കല്യാണ കാർഡിൽ കിട്ടിയ മുട്ടായി കൊണ്ട് വന്നേക്കണ്. അതും പകുതി തിന്നിട്ട്. നീ എന്തൊക്കെ പറയല? നിന്നെ പോലെ ഒരു മണ്ടനെ തലയിലെടുത്ത് വെച്ച് എന്നെ പറയാതെ എനിക്ക് വേണ്ട, എനിക്ക് മതിയായി, ഞാൻ പോടും. എന്താണ്? അല്ല എന്റെ പൊന്നിന്റെ കാലിൽ നൊന്തോന്നറിയാൻ വേണ്ടി ഞാൻ അറിയാൻ വിളിച്ചതാ. എന്തൊരു കെയറിംഗ് ആണ് നിനക്ക്. നിന്നെ പൊന്നേ എന്ന് വിളിച്ചൊരു നൂറുമ്മ, നീ അകന്നു പോയാതായി ജന്മം. നിന്നെ പൊന്നേ എന്ന് വിളിച്ചൊരു നൂറുമ്മ. അയ്യേ ക്രിഞ്ച്. എനിക്കും തരും. എന്തോന്ന് ഇരിക്കുന്നു മാറിയില്ല അങ്ങോട്ട്. മോളെ ഇത് പിടിക്കൂ. അയ്യോ അത് താലമല്ലേ? അല്ലടാ ഇത് പല്ലിയൊക്കെ ഉള്ള പേസ്റ്റും ബ്രഷും. പോടാ പുട്ടുകുറ്റി, നിനക്ക് എന്നാ അറിയണോടാ നിനക്ക്? മോളെ വേഗം വരൂ, നമുക്ക് മണ്ഡപത്തിലേക്ക് പോകാം. അച്ഛൻ പറഞ്ഞത് നീ കേട്ടില്ലേ? കേട്ടു. എനിക്ക് പോകാൻ സമയായി, ഞാൻ പോട്ടേടാ. ഇതുവരെ എന്റെ സുതിക്കുട്ടിയുടെ ഇഷ്ടത്തിന് ഞാൻ എതിർന്നിട്ടില്ല. ഇപ്പോഴും നിനക്ക് പോണെന്നാണ് ഇഷ്ടമെങ്കിൽ പൊക്കോ. എങ്ങോട്ടാന്ന് വെച്ചാ പൊക്കോ. എന്റെ അനുഗ്രഹം എപ്പോഴും നിനക്കുണ്ടാവും. നിന്നെ പൊന്നേ എന്ന് വിളിച്ചൊരു നൂറുമ്മ, നീ അകന്നു പോയാതായി ജന്മം. നിന്നെ പൊന്നേ എന്ന് വിളിച്ചൊരു നൂറുമ്മ, നീ അകന്നു പോയാതായി ജന്മം. അച്ഛൻ പിടിച്ചേ പോരാ. എനിക്കറിയായിരുന്നു എന്റെ സുതിക്കുട്ടിക്ക് എന്നെ ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ലെന്ന്. അപ്പോ അത്രക്ക് ഇഷ്ടായിരുന്നല്ലേ എന്നെ? ഈ കൈ ഇങ്ങനെ ഈ മോതിരില്ലേ എന്റെ അമ്മൂമ്മ വായി വലിച്ചെടുന്നപ്പോഴേ ഞാൻ കൈ ഊരിയെടുത്തതാണ്. ഇതും കൂടി ഇട്ടാലേ അവർക്ക് കൊടുക്കാന്ന് പറഞ്ഞ സ്വർണ്ണം കറക്റ്റ് ആവുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ചതിച്ചെന്നവര് പറയില്ലേ. ശ്രുതി ഇനിയും വേണോ? വേണം. ശ്രുതി പ്ലീസ്. സ്വാമിനാഥ പരിപാലയ സുമാ. നല്ല കൈയടി നസീർക്ക. സത്യം പറയാമല്ലോ, ഞാനൊരു നാടകം കണ്ടിരുന്ന പോലെയുണ്ട്. ഒരു നാടകത്തിൻ്റെ ഫീലിംഗ് ആയിരുന്നു മൊത്തത്തിൽ. ആ നിങ്ങളുടെ ഡയലോഗ് പ്രസൻറ്റേഷനും ആ രീതികളൊക്കെ നമുക്കൊരു നാടകം കാണുന്ന പോലെ ഒരു സ്കിറ്റിൻ്റെ ഒരു ഗണത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് കുറേ ചിരിക്കാനുള്ള ഭാഗം കൂടി ഉണ്ടായിരുന്നെങ്കിൽ, ആ നാടകമായിട്ട് അഭിനയിക്കുന്ന ഭാഗത്ത് തന്നെ ചിരിയുടെ എന്തെങ്കിലുമൊക്കെ ഇട്ടിരുന്നെങ്കിൽ നമുക്കത് ചിരിയുടെ ഗണത്തിലേക്ക് പെടുത്താമായിരുന്നു. ഈ നിങ്ങളുടെ പെർഫോമൻസിൽ ഓൾറെഡി നന്നായിരുന്നു കേട്ടോ. പക്ഷേ അത് തമാശയുടെ ഒരു എലമെൻറ്റുകൾ തീരെ കുറവായിട്ട് എനിക്ക് തോന്നി. അഭിനയത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ 3 പേര് ഇവിടെ പൊളിച്ചിട്ടുള്ളവരാണ്. അപ്പം അത് നമ്മൾ മാറ്റി നിർത്തുകയാണ്. പക്ഷേ ചിരിയുടെ ഭാഗം അത് തീരെ കുറഞ്ഞു പോയി. നന്നാക്കി എടുക്കണം. അടുത്ത പ്രാവശ്യം നന്നാക്കിയേ പറ്റൂ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ബക്രു ചേട്ടാ, ആദ്യം ഞാൻ ദീപ്തിയിലേക്ക് വരാം. നല്ല കോസ്റ്റ്യൂം, നല്ല മേക്കപ്പ്, അതുപോലെ തന്നെ നിങ്ങളുടെ നല്ല ക്യാരക്ടറൈസേഷൻ എല്ലാം രസമായിട്ട്. നിങ്ങളിതിൽ ഈ നാടകീയത കൊണ്ടുവരാൻ നോക്കിയതാണ് ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട്. അങ്ങനെ കൊണ്ടുവരാൻ നോക്കിയതല്ലേ? അത് രസമുള്ളൊരു അറ്റംപ്റ്റ് ആണ്. പക്ഷെ എന്താണെന്നറിയോ, കൗണ്ടറുകൾ കുറഞ്ഞു പോകുമ്പോൾ വെറും ഡ്രാമ ആയി പോകും. അങ്ങനെ ഒരു പ്രോബ്ലം ഇതിൽ കിടപ്പുണ്ട്. ചില ഏരിയകളിൽ നമ്മൾ സ്കിറ്റ് കളിക്കുമ്പോൾ ഒരു പഞ്ചുണ്ടല്ലോ, നമ്മൾ കൊടുത്ത് വാങ്ങി അങ്ങനെയുള്ള കാര്യം നിങ്ങൾക്ക് അതിനുള്ളൊരു സ്പേസ് ഇല്ലാതെ കിടന്ന് ബുദ്ധിമുട്ടുന്നതായിട്ട് തോന്നി. രണ്ടാമത്തത് നിങ്ങളുടെ ക്യാരക്ടറൈസേഷൻ, അത് നിങ്ങൾ 3 പേരും ഗംഭീരമായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്തു. കാരണം ഇപ്പം സ്കിറ്റ് നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിരിയുടെ അളവ് കുറവാണെന്ന് നിങ്ങൾക്ക് കൃത്യമായ ബോധമുണ്ട്. പക്ഷേ നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല. നിങ്ങളത് പൂർണ്ണമായിട്ട് കളിച്ച ആ ക്യാരക്ടർ, പ്രത്യേകിച്ച് ബാസ്റ്റിൻ്റെ ആ പാട്ട് പാടുമ്പോഴുള്ള ഫീലുണ്ടല്ലോ, അതൊക്കെ ഭയങ്കര രസമായിട്ട് തന്നെ ബാസ്റ്റിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഇത്തരം പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ ഒന്നുകൂടെ ഒന്ന് സൂക്ഷിക്കണം. അടുത്ത സ്ക്രിപ്റ്റ് വരുമ്പോൾ പ്രധാനമായിട്ടും കൗണ്ടറുകളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം. അപ്പോൾ സ്ക്രിപ്റ്റിൽ പണിയെടുക്കേണ്ടി വരും. റിഹേഴ്സൽ ഒരല്പം കുറവായിട്ട് എനിക്ക് തോന്നി. സാരമില്ല, അടുത്തതിൽ പൊളിക്കണം. വിഷ്ണു, ബാസ്റ്റ്യൻ, ദീപ്തി, 3 പേരുടെയും കോസ്റ്റ്യൂം എന്താ പറഞ്ഞാൽ അവരുടേതായ ക്യാരക്ടേഴ്സിന് പറ്റിയ കോസ്റ്റ്യൂമാണ് കേട്ടോ. കാരണം ഈ പറഞ്ഞ മുതലാളി
ഡ്രൈവർ, അതുപോലെ ഇവിടുത്തെ ഒറ്റ മകള്, എനിക്ക് തോന്നുന്നത് ദീപ്തി നല്ല രസമായിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ട് മേക്കപ്പും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോസ്റ്റ്യൂമും അടിപൊളിയായിട്ടുണ്ട്. കാരണം കറക്റ്റ് മണവാട്ടി ആണെന്നാ പറയുള്ളൂ. പക്ഷെ ഡയലോഗ് മാത്രം കൊച്ചി. അതിൽ വിട്ടൊരു കളിയില്ല. അല്ല ഞാനൊരു സജഷൻ പറഞ്ഞോട്ടെ. നമുക്ക് ഒരെണ്ണമെങ്കിലും നമുക്കൊരു അച്ചായൻ്റെ ഒരു എന്താ പറയണത്, ഒരു കോട്ടയം സ്ലാങ്ങിലോ അല്ലെങ്കിൽ ഒരു തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ നമുക്ക് കൊച്ചി അല്ലാതെ ഏതെങ്കിലും തൃശ്ശൂരോ അത് നമുക്ക് ചെയ്തിട്ടുണ്ട്. കോട്ടയം തൃശ്ശൂരൊക്കെ ഇതാക്കി ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പോഴും അതല്ലാതെ ഒരു ആവർത്തന വിരസതയായിട്ട് തോന്നാതിരിക്കാനും കൂടിയായിട്ടാണ് ഈ പറയണത്. എന്തെങ്കിലും കൂടി ചെയ്യണോട്ടാ. ഇതിപ്പോ എനിക്ക് തോന്നുന്ന ദീപ്തിയുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളെല്ലാം ഭംഗിയായിരുന്നു. ഈ പറഞ്ഞുവിട്ട് ഒരു നാടകീയത എനിക്കും തോന്നിയിരുന്നു. സ്കിറ്റില് വരണമെങ്കിൽ തമാശകൾ വേണമായിരുന്നു. എന്നെ പറഞ്ഞുവിട്ട് നല്ലൊരു രീതിയിലുള്ള ക്ലൈമാക്സും കൂടി ഉണ്ടായിരുന്നെങ്കിൽ, നല്ല കുറേ തമാശകൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഈ നിങ്ങളുടെ പ്രകടനം കൂടി ആവുമ്പോൾ ഈ സ്കിറ്റ് ഗംഭീരമായേനെ. അപ്പോൾ നിങ്ങളെപ്പോലുള്ള ആളുകൾ വരുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതും കാണികൾ ഉദ്ദേശിക്കുന്നതും ഭയങ്കരമായിട്ടുള്ള തമാശകളാണ്. അപ്പോൾ ഇനി അതിൻ്റെ ഒരു അഭാവം വരരുത്. അടുത്ത പ്രാവശ്യം ഗംഭീരമാക്കണം കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അപ്പോ ഈ സ്കിറ്റിന്റെ മാർക്സ് ആരാണ് ആദ്യം തരുന്നത്? ഞാനൊരു 4000 രൂപ കൊടുക്കുകയാണ്. 4000 രൂപ. ചേട്ടാ? ഞാനൊരു 6000. 10000 രൂപ ആയിട്ടുണ്ട്. ബിജുകട ചേട്ടാ? ബാക്കി ഞാനിട്ടാക്കാം. ടോട്ടൽ എമൗണ്ട് 17000 രൂപ. അടുത്ത പ്രാവശ്യം നമുക്ക് ഉഷാറായിട്ട് പിടിക്കണം. ഓക്കെ ബാസിൻ? ഓക്കെ ദീപ്തി? പിന്നെ നമുക്ക് അങ്ങോട്ട് ഇനി കൂടുതൽ ചിരിക്കാൻ നല്ല നല്ല സ്കിറ്റുകളൊക്കെ ആയിട്ട് ഞങ്ങൾ അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ.